പ്രപഞ്ച നിര്യാതാവായ ശ്രീകൃഷ്ണൻ്റെ പാദാരവിന്ദങ്ങളിൽ പ്രണാമം. ഞാനിന്ന് നമ്മുടെ ഈ സമീക്ഷയിൽ വെക്കുന്ന വിഷയം ഭഗവത്ഗീതയും മാനേജ്മെൻറ്റും എന്നുള്ള വിഷയമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ലോകത്ത് ഏറ്റവും കൂടുതൽ വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് മാനേജ്മെൻറ്റ്. ഇപ്പോഴും ആയിരക്കണക്കിന് ആൾക്കാർ ഗവേഷണം നടത്തുകയും ഇന്നും ലക്ഷക്കണക്കിന് MBA ഭാരതത്തിലും ലോകത്തും പുറത്തു വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ മാനേജ്മെൻറ്റ് ശാഖയിൽ ഭഗവത്ഗീതയ്ക്കും മഹാഭാരതത്തിനും ഭാരതീയ ദർശനങ്ങൾക്കും ഉപനിഷത്തുകൾക്കും നമ്മുടെ ഇതിഹാസങ്ങൾക്കുമുള്ള സ്ഥാനം എന്താണ്? പൊതുവെ മാനേജ്മെന്റിനെ ഇപ്പോൾ അറിയപ്പെടുക പീറ്റർ ഡ്രക്കർ എന്ന് പറയുന്ന ആളാണ് ആധുനിക മാനേജ്മെന്റിന്റെ പിതാവ്. അദ്ദേഹം ഈ മാനേജ്മെന്റ് ശാസ്ത്രത്തിന്റെ വൈപുല്യത്തെ, അതിന്റെ വലിപ്പത്തെ വരച്ചു കാട്ടാൻ വേണ്ടിയാണ് പറഞ്ഞത് മാനേജ്മെന്റ് തിയറി ജംഗിൾ അഥവാ കൊടുങ്കാട് എന്നാണ്. അദ്ദേഹം നൽകുന്ന നിർവചനം, മാനേജ്മെന്റിന് അദ്ദേഹം കൊടുത്ത നിർവചനം എന്ന് പറയുന്നത് ഗെറ്റിംഗ് തിങ്സ് ഡൺ, കാര്യങ്ങൾ എങ്ങനെയാണോ നടത്തുക അതിനെയാണ് മാനേജ്മെന്റ്. അത് തട്ടുകടയാണെങ്കിലും ആയിരക്കണക്കിന് ആൾക്കാർ പണിയെടുക്കുന്ന വലിയ ഫാക്ടറി ആയാലും വലിയ സ്ഥാപനമായാലും എങ്ങനെയാണ് കാര്യങ്ങൾ നടത്തുന്നത് അതിനെയാണ് നമ്മൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ എൽട്ടൺ മോയോ എന്ന് പറയുന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞൻ പറയുന്നത് മാൻ മേക്കിംഗ്, മനുഷ്യനെ എങ്ങനെ നിർമ്മിക്കുന്നു അതിനെയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സ്റ്റാൻഫോർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അവർ പറയുന്നത് പ്രതിഭകളെ കണ്ടെത്താൻ വേണ്ടിയുള്ള, അല്ലെ പ്രതിഭകളെ എങ്ങനെ കണ്ടെത്തി വലുതാക്കി ഓരോ സ്ഥാപനത്തിന്റെയും പ്രവർത്തനം ഏൽപ്പിക്കുക, സെർച്ച് ഫോർ എക്സലൻസ്, അതാണ് മാനേജ്മെന്റ് എന്ന്. ഇതില് ഏറ്റവും നല്ല ഒരു തിയറി മുന്നോട്ട് വെച്ചത് ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലിന്റെ ഉപദേഷ്ടാവായിരുന്ന ലോർഡ് മോറൻ എന്ന് പറയുന്ന ആളാണ്. ലോർഡ് മോറൻ ഒരു ഡോക്ടറായിരുന്നു, വിൻസ്റ്റൺ ചർച്ചിലിന്റെ പേഴ്സണൽ ഡോക്ടർ. ആ പേഴ്സണൽ ഡോക്ടർ എന്ന സ്ഥലത്ത് നിന്ന് അദ്ദേഹം പിന്നീട് രണ്ടാം ലോക മഹായുദ്ധമാവുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ സൈനിക ഉപദേഷ്ടാവായിട്ട് മാറി. ഇപ്പൊ ലോർഡ് മോറൻ പറയുന്നത് എന്താണ് മാനേജ്മെന്റ്? ഈ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആൾക്കാരോട് എങ്ങനെ ഉചിതമായിട്ട് ഇടപഴകാൻ കഴിയുന്നു, ആ ഇടപഴകാൻ കഴിയുന്ന രീതിയാണ് മാനേജ്മെന്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് അദ്ദേഹം പറയുന്ന ഉദാഹരണമുണ്ട്. ശത്രു സൈന്യത്തിന്റെ മുന്നിലേക്ക് യുവത്വം മാറാത്ത സ്വന്തം ഭാര്യയെയും പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെയും വീട്ടില് തന്നെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന വൃദ്ധരായ അച്ഛനെയും അമ്മയെയും ഒന്നും ചിന്തിക്കാതെ ശത്രു സൈന്യത്തിന്റെ തോക്കിന് മുന്നിലേക്ക് സ്വന്തം രാജ്യത്തിനു വേണ്ടി അല്ലെങ്കിൽ സ്വന്തം രാഷ്ട്രത്തിനു വേണ്ടി തോക്കുമായിട്ട് മുന്നോട്ട് പോയി മരണം വരിക്കാൻ തയ്യാറാകുന്ന ആ ചേതോവികാരം, ആ വികാരം ഒരു മനുഷ്യനിൽ സൃഷ്ടിക്കാൻ എങ്ങനെ കഴിയുന്നോ അതിനെയാണ് ഈ തരത്തിലുള്ള മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ആ തരത്തിൽ ഒരാളിനെ എങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയുന്നു, അതാണ് മാനേജ്മെന്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പൊ ലോകത്തെ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം നേതാക്കന്മാർ വളരെ വിരളമാണ്, വളരെ കുറവ് നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ. നമുക്ക് തന്നെ അറിയാം, കേരളത്തിൽ എത്ര നേതാക്കന്മാരുണ്ട്, ഭാരതത്തിൽ എത്ര നേതാക്കന്മാരുണ്ട്. കേരളത്തിലുള്ള പലരെയും, ഇപ്പൊ കഴിഞ്ഞ ദിവസം CPM-ന്റെ സമ്മേളനം മധുരയിൽ നടക്കുമ്പോ അന്ന് ആ സമ്മേളനത്തിൽ ഉയർന്ന ഒരു വിമർശനം, കേരളത്തിൽ ഇടതുമുന്നണി സർക്കാർ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഉത്തരേന്ത്യയിൽ അറിയുന്നില്ല എന്നാണ്. കേരളത്തിലെ എത്ര നേതാക്കന്മാരെ ഉത്തരേന്ത്യയിൽ അറിയാം? വിരലിലുണ്ടാകുന്ന നേതാക്കന്മാരെ മാത്രമേ ഉത്തരേന്ത്യയിൽ അറിയുള്ളൂ. അപ്പോൾ അതേപോലെ ഈ നേതാക്കന്മാരുടെ എണ്ണം നമുക്ക് വളരെ കുറവാണ്.
അതിന് പല കാരണങ്ങളും പറയുന്നുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, നേതാക്കന്മാരായിട്ട് ആൾക്കാരെ വളർത്തിയെടുക്കുന്നത് അവരുടെ ജീവിത രീതിയാണ്. കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തുന്നു എന്നുള്ളത്. അപ്പൊ ഇത് ലോകത്തെ പല മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഗവേഷണം നടത്തിയിട്ടുള്ള ഒരു സംഭവമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ധീരതയുള്ള, എന്ത് കാര്യവും ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത ഒരു ജനസമൂഹം ഇസ്രായേലിലെ ജനസമൂഹമാണ്. ഇസ്രായേലിലെ കുട്ടികളെ എങ്ങനെയാണ് കൊച്ചു കുഞ്ഞുങ്ങളെ വളർത്തുന്നതെന്ന് നോക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന രീതിയും കൂടെ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മുടെ അമ്മമാരൊരു കുഞ്ഞിനെ എങ്ങനെയാണ് നടക്കാൻ പഠിപ്പിക്കുക? ഒരു മുറിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നിട്ട് കുഞ്ഞിനോട് നടക്കാൻ പറയും. നടക്കുന്ന ഒരു സമയത്ത് കുഞ്ഞ് എവിടെയെങ്കിലും കട്ടിലോ മേശയിലോ തട്ടി താഴെ വീണ് കഴിഞ്ഞാൽ കുഞ്ഞ് നിലവിളിച്ച അമ്മ ഓടിപ്പോയി എടുക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഈ മേശയ്ക്കോ കട്ടിലോ എന്താണ് വഴി അതിനൊരു തട്ട് കൊടുക്കും. എൻ്റെ കുഞ്ഞിനെ വേദനിപ്പിച്ച് മറിച്ചിട്ടു എന്ന് പറയും. ഇസ്രായേലിൽ അങ്ങനെയല്ല. ഇസ്രായേലിൽ ഒരു കുഞ്ഞിനെ നടത്താൻ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അമ്മ നേരെ എതിർവശത്ത് നിൽക്കും. കുഞ്ഞിനോട് എതിർവശത്ത് നിന്ന് നടന്ന് അമ്മയുടെ അടുത്തേക്ക് വരാൻ പറയും. ഈ നടന്നു വരുന്ന വഴിയിൽ ഈ കുഞ്ഞ് വീണാൽ ആ അമ്മ പോയി എടുക്കില്ല. ആ കുഞ്ഞ് തനിയെ എണീറ്റ് വരണം. ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, ഒരാളെയും കുറ്റപ്പെടുത്തുന്നില്ല. കുഞ്ഞ് മറിഞ്ഞു വീണാൽ അവൻ തന്നെ എഴുന്നേറ്റ് കരച്ചിൽ നിർത്തി വന്ന് ഇപ്പുറത്ത് വന്നാൽ നമ്മുടെ അമ്മമാർ ചെയ്യുന്നത് പോലെ തന്നെ അവനെ കെട്ടിപ്പിടിച്ച് തലോടി ആശ്വസിപ്പിക്കും ഒക്കെ ചെയ്യും. ഇത് വളർത്തുന്ന രീതിയാണ്. അതുകൊണ്ടാണ് ആർക്കെങ്കിലും ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കുന്നത് ശീലമുണ്ടെങ്കിൽ മൊസാദിന്റെ ഓപ്പറേഷൻസിനെ കുറിച്ച് ഇറങ്ങിയിട്ടുള്ള പുസ്തകമുണ്ട്. ഏത് സ്ഥലത്തും ഏത് ആളെയും കീഴ്പ്പെടുത്താനോ അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന രീതിയിൽ അവനെ അപായപ്പെടുത്താനോ മൊസാദിന്റെ ഓപ്പറേഷൻ ഈ തരത്തിലാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, വെറും 22 വയസ്സുള്ള പെൺകുട്ടി ശരീരത്തിന്റെ 2 വശങ്ങളിലും ബോംബ് കെട്ടിവെച്ച് കപ്പലിന്റെ പുകക്കുഴലിലേക്ക് ഹെലികോപ്റ്ററിൽ നിന്ന് ചാടിയിറങ്ങി യുദ്ധക്കപ്പൽ തകർത്ത രാജ്യമാണ് ഇസ്രായേൽ. ആ തരത്തില് ധീരതയോടെ സ്വന്തം ജീവിതം ബലി കൊടുക്കാൻ തയ്യാറുള്ള സമൂഹത്തെയാണ് അവർ വാർത്തെടുക്കുന്നത്. അപ്പൊ ഇതാണ് ലീഡർമാര്. ഇസ്രായേലിൽ എല്ലാവർക്കും ഈ തരത്തിൽ ലീഡർഷിപ്പിലേക്ക് വളരുന്നതിന്റെ കാരണവും അത് തന്നെയാണ്. പിന്നെ പരിസ്ഥിതി ആണ്, സാഹചര്യങ്ങളാണ് സാധാരണ നേതാക്കന്മാരെ വളർത്തിയെടുക്കുന്നത്. നിങ്ങൾക്കറിയാം, ഏത് അണ്ണാ ഹസാരെ ആയാലും ആ തരത്തിലുള്ള മഹാത്മാഗാന്ധി ആയാലും ഒക്കെ വളർന്നു വന്നത് സാഹചര്യങ്ങളിൽ നിന്നാണ് നേതാക്കന്മാർ വളർന്നു വരുന്നത്. പിന്നെ വിദ്യാഭ്യാസ സമ്പ്രദായം എങ്ങനെയാണ് നേതാക്കന്മാരെ വളർത്തിയെടുക്കുന്നതെന്ന് നമുക്കറിയാം. പൗരാണിക ഭാരതത്തില് ഒരു പൂർണ്ണ മനുഷ്യനെ വളർത്തിയെടുക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഭാരതത്തിന്റെ പുരോഗതി അല്ലെങ്കിൽ ഭാരതത്തെ കീഴ്പ്പെടുത്തണമെങ്കിൽ ഭാരതത്തിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തകർത്തെറിയണമെന്ന് മെക്കാളെ അന്ന് എഴുതിയ കത്ത് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ മെക്കാളെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തകർത്തിട്ട് ബ്രിട്ടീഷുകാരുടെ വെള്ളക്കോളർ ജോലികൾക്ക് പറ്റുന്ന രീതിയിൽ ഭാരതീയ വേഷവിധാനം അണിഞ്ഞ സായിപ്പന്മാരെ നിർമ്മിക്കാനാണ് നമ്മളെ ഉപയോഗപ്പെടുത്തിയത്. ആ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഒരു പരിവർത്തനം അനിവാര്യമാണ്. ഒരു നേതാവ് എന്ന് പറയുമ്പോൾ ആധുനിക മാനേജ്മെന്റ് ശാസ്ത്രം പറയുന്നത് സ്വന്തം അമ്മ ഒരു കുഞ്ഞിനെ എങ്ങനെ കെയർ ചെയ്യുന്നു, എങ്ങനെ പരിപാലിക്കുന്നു, അതുപോലെ ആകണം ഓരോ നേതാവും എന്നാണ് ആധുനിക മാനേജ്മെന്റ് ശാസ്ത്രം പറയുന്നത്. ഇവിടെ എവിടെയാണ് ഭാരതത്തിന്റെ പ്രസക്തി? അപ്പോൾ വൈദേശിക മതങ്ങളെ നോക്കിയാലും വൈദേശിക തത്വശാസ്ത്രങ്ങളെ നോക്കിയാലും വൈദേശിക അബ്രഹാമിക് മതങ്ങളെ ആയാലും അവരുടെ ആധ്യാത്മിക ശാസ്ത്രത്തെ നോക്കിയാലും അവിടെയൊക്കെ മനുഷ്യനും ദൈവവും രണ്ടാണ്. ദൈവം ഒരു പ്രത്യേക പ്രതിഭാസവും അവന്റെ മുന്നിൽ പാപികളും
കുറ്റവാളികളും പാപം പൊറുക്കാൻ അല്ലെങ്കിൽ പാപത്തിന്റെ ഫലം പേറുന്ന വെറും ഇഴഞ്ഞു നീങ്ങുന്ന ആൾക്കാരുമായിട്ടാണ് മനുഷ്യനെ കാണുന്നത്. പക്ഷെ ഭാരതത്തില് ദൈവവും മനുഷ്യനും രണ്ടല്ല. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലാണ് ദൈവം എന്നാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഓർക്കുക, ശങ്കരാചാര്യര് കാശിയിൽ പോകുമ്പോൾ ശങ്കരാചാര്യരെ പരീക്ഷിക്കാൻ വേണ്ടി ചണ്ടാള വേഷത്തിലെത്തിയ കാശി വിശ്വനാഥൻ ചണ്ടാളന്റെ വേഷത്തിലാണ് എത്തുന്നത്. അപ്പോൾ ബ്രാഹ്മണർ പോകുന്ന വഴിയിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് ഈ ചണ്ടാളനെ ആട്ടി അകറ്റുമ്പോൾ ചണ്ടാളൻ ചോദിച്ചു, നശ്വരമായ എന്റെ ശരീരമാണോ മാറി നിൽക്കേണ്ടത്, അതോ എന്നിലും നിന്നിലും ഒരേപോലെ സ്ഫുരിക്കുന്ന ഈശ്വരാംശം, ആ ഈശ്വരാംശമാണോ മാറി നിൽക്കേണ്ടതെന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ ശങ്കരാചാര്യർ ചണ്ടാളന്റെ മുന്നിൽ പാദപ്രണാമം ചെയ്യും. ഇതേ കാര്യം പ്രൊഫസർ സുധ എഴുതിയ ചട്ടമ്പിസ്വാമി ശാസ്താംകോട്ടയിലൂടെ പോകുമ്പോൾ ഇതേ കാര്യം അവിടെ ഉണ്ടായത് അദ്ദേഹത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഭാരതീയ ദർശനമനുസരിച്ച് എല്ലാ മനുഷ്യരിലും ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളിലും സ്ഫുരിക്കുന്ന ഒരേ ഈശ്വരാംശത്തിന്റെ ഭാഗമാണ് ഓരോ മനുഷ്യനും. നമ്മളിൽ പാപികളില്ല. അതാണ് നമ്മുടെ ഭാരതീയ ദർശനത്തിന്റെ പ്രത്യേകത. അപ്പൊ ഈ സർവചരാചരങ്ങളിലും ഒരേപോലെയുള്ള ഈ ആത്മാംശത്തെ അടിസ്ഥാനമാക്കിയുള്ള മാനേജ്മെന്റ് സമ്പ്രദായത്തിലേക്ക് ഇന്ന് ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുന്നു. സ്റ്റാൻഫോർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ലോകത്തെ തന്നെ ഏറ്റവും വലിയ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഗവേഷണം നടക്കുന്ന ഒരു വിഷയം ഭഗവത്ഗീതയാണ്. അപ്പോൾ അത് സ്പിരിച്വാലിറ്റി, മാനേജ്മെന്റ് ഓൺ ദ ബേസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫി, particularly on Gita, practice of spirituality in day to day life. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എല്ലാ കർമ്മങ്ങളിലും ഈ ഭാരതീയമായ ഈശ്വര സങ്കല്പത്തെ കൊണ്ടുവരിക. ആ ഈശ്വര സങ്കല്പം എന്താണ്? അത് യജ്ഞഭാവമാണ്. യജ്ഞഭാവം എന്ന് പറയുന്നത് എല്ലാ കർമ്മങ്ങളിലും, എന്ത് കർമ്മവും ആയിക്കോട്ടെ, എല്ലാ കർമ്മങ്ങളിലും ഇന്ദ്രായ സഹ ഇന്ദ്രായ ഇതം ന മമ, ഇന്ദ്രന് വേണ്ടിയുള്ള സമർപ്പണമാണ് യജ്ഞത്തിൽ നടക്കുന്നത്. ഇന്ദ്രൻ എന്ന് പറയുന്നത് ദൈവങ്ങളുടെ എല്ലാ ദേവതകളുടെയും രാജാവാണ്. ആ ദേവേന്ദ്രന് വേണ്ടി സർവ ഈശ്വരന്മാർക്കും വേണ്ടിയുള്ള അർപ്പണമായിട്ടാണ് നമ്മൾ ഓരോ കർമ്മങ്ങളും അനുഷ്ഠിക്കുന്നത്. ഈ ആത്മീയത, ഈ സമർപ്പണം ഓരോ പ്രവൃത്തിയിലും കർമ്മത്തിലും കൊണ്ടുവരുന്നതാണ് ഭഗവത്ഗീത നമ്മളെ നയിക്കുന്നതും നമ്മെ ചെയ്യിക്കുന്നതും. അപ്പൊ ഈ ആധുനിക മാനേജ്മെന്റ് ശാസ്ത്രത്തില് ഭഗവത്ഗീതയിലെ 18-ാം അധ്യായത്തിലെ 2-ാമത്തെ ശ്ലോകം, കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിദു സർവകർമ്മ ഫലത്യാഗം പ്രാഹുസ്ത്യാഗം വിചക്ഷണ. ഫലോദ്ദേശത്തോടെ കർമ്മങ്ങൾ ചെയ്യുന്നത് ഉപേക്ഷിക്കണം. അഭീഷ്ടസിദ്ധിക്ക് വേണ്ടിയുള്ള യജ്ഞങ്ങളും ഉപേക്ഷിക്കണം. സർവകർമ്മങ്ങളുടെയും ഫലങ്ങളെ ഉപേക്ഷിക്കുന്നതിനെയാണ് ത്യാഗം എന്ന് പറയുന്നത്. ഈ ത്യാഗമനോഭാവത്തോടെ, യജ്ഞമനോഭാവത്തോടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ മനസ്സിനെ സജ്ജമാക്കണം എന്നാണ് ഭഗവത്ഗീത പറയുന്നത്. വീണ്ടും 18-ാം അധ്യായം 5-ാമത്തെ ശ്ലോകം, യജ്ഞദാന തപ കർമ്മ ന ത്യാജ്യം കാര്യമേവ തത് യജ്ഞോദാനം തപശ്ചൈവ പാവനാനി മനീക്ഷിണാം. യജ്ഞം, ദാനം, തപസ് എന്നീ കർമ്മങ്ങൾ ഉപേക്ഷിക്കേണ്ടവയല്ല, അവ അനുഷ്ഠിക്കപ്പെടണം. സമൂഹത്തിന്റെ ആത്മീയോത്കർഷമാണ് ഇവ ലക്ഷ്യമിടുന്നത്. മഹാത്മാക്കളെ പോലും വിശദീകരിക്കുന്നവയാണിവ. ഇപ്പൊ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലെ ആയിരക്കണക്കിന് ജീവനക്കാരുണ്ടെങ്കിലും അവരുടെ ലക്ഷ്യം ശമ്പളമോ അല്ലെങ്കിൽ സ്വന്തം വളർച്ചയോ വികാസമോ എന്നതിന് പകരം ത്യാഗത്തിന്റെ മനോഭാവത്തോടെ മൊത്തം സ്ഥാപനത്തിന്റെ ഉത്കർഷത്തിനു വേണ്ടിയും ആ തരത്തിലുള്ള ഒരു ലക്ഷ്യബോധം ക്രിയേറ്റ് ചെയ്യാൻ ഈ ആധുനിക മാനേജ്മെന്റ് ശാസ്ത്രം ഭഗവത്ഗീതയെ ഉപയോഗിക്കുന്നു. വീണ്ടും 18:6, ഏതാന്യപിതു കർമാണി സംഘം
ത്യക്ത്വാ ഫലാനി ച കർത്തവ്യാനീതി മേ പാർത്ഥ നിശ്ചിതം മതമുത്തമം. ആസക്തിയോ ഫലോദ്ദേശമോ കൂടാതെ കർമ്മങ്ങൾ അനുഷ്ഠിക്കപ്പെടണം. കർത്തവ്യ നിർവഹണം എന്ന നിലയിൽ. ആസക്തി എന്ന് വെച്ചാൽ ഒരു കർമ്മത്തിലും നമുക്ക് ആസക്തി പാടില്ല. ഇത് നമ്മുടേതാണ്, ഇത് നമ്മൾ ചെയ്യുന്നതാണ്, ഇതിന്റെ ഫലം നമുക്കുള്ളതാണ്. ആ തരത്തിലുള്ള ഒരാസക്തിയുമില്ലാതെ മഹാത്മാഗാന്ധി ഭഗവത്ഗീത വ്യാഖ്യാനം ചെയ്യുമ്പോൾ അനാസക്തി യോഗം എന്നാണ് അതിന് പേര് കൊടുത്തത്. ഈ ആസക്തിയില്ലാത്ത കർമ്മങ്ങളിലേക്ക് മനുഷ്യനെയും സ്ഥാപനങ്ങളെയും സ്റ്റാഫിനെയും മുഴുവൻ നയിക്കണം എന്നാണ് ഈ ശ്ലോകം നമ്മളോട് പറയുന്നത്. ഇതാണ് മോഡേൺ മാനേജ്മെന്റ് ഗുരുക്കന്മാരും ലോകത്തെ എല്ലാ പ്രധാന മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇന്ന് എടുത്തിട്ടുള്ള ഭഗവത്ഗീതയിലെ ഒരു ഭാഗം. ധർമാനുസൃതമായ കർമ്മനിർവഹണത്തിലേക്കും ഫലേച്ഛയില്ലാത്ത കർത്തവ്യ നിർവഹണത്തിലേക്കും ഇത് മനുഷ്യനെ നയിക്കുന്നു. ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതുമായ പ്രവൃത്തികളെ ഒരേ മനോഭാവത്തോടെ, ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതുമായ കർമ്മങ്ങളെ ഒരേ മനോഭാവത്തോടെ ചെയ്യാൻ പ്രേരണ കൊടുക്കുന്ന ഇതാണ് ഇന്ന് ലോക മാനേജ്മെന്റ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കും ഭഗവത്ഗീത കയറിയ ഒരു വിഷയം ഇതാണ്. ഭഗവത്ഗീത 18-ാം അധ്യായത്തിൽ 10-ാമത്തെ ശ്ലോകം, ന ദ്യേഷ്ടകുശലം ധർമ്മകുശലേ നാനുഷ്ഠതേ ത്യാഗി സത്വസമാവിഷ്ടോ വേദാവി ചിഹ്ന സംശയ. സാത്വിക ബോധം, യജ്ഞബോധമുള്ള ത്യാഗിക്ക് ശുഭകർമ്മങ്ങളോട്, സൽക്കർമ്മങ്ങളോട്, നല്ല കർമ്മങ്ങളോട് ആസക്തിയോ അശുഭകർമ്മങ്ങളോട്, മോശമായ കർമ്മങ്ങളോട് വെറുപ്പോ തോന്നുന്നില്ല. നമ്മുടെ മഹാഭാരതത്തില് വ്യാധനീതിയില് ഇറച്ചി വെട്ടുകാരന്റെ അടുത്തുനിന്ന് ധർമ്മശാസ്ത്രം പഠിക്കാൻ വന്ന ത്രിമൂർത്തികളെ കുറിച്ച് വായിക്കുക. ആ വ്യാധനീതിയിൽ ഇറച്ചി വെട്ടുകാരൻ സ്വന്തം കർമ്മം എങ്ങനെയാണ് അനുഷ്ഠിച്ചതെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇറച്ചി വെട്ടുകാരന്റെ അടുത്തു നിന്നാണോ കർമ്മത്തിന്റെ നീതി ദൈവങ്ങൾ പഠിക്കാൻ വരേണ്ടതെന്ന് സംശയം നമുക്കുണ്ടാവും. ആ ഇറച്ചി വെട്ടുകാരൻ അവന്റെ കർമ്മം എങ്ങനെ നിർവഹിക്കുന്നു, അതാണ് ധർമാനുസൃതം, ധർമ്മനിഷ്ഠമായ കർമ്മം. ഈശ്വരാർപ്പണമായതുകൊണ്ട്, ഈശ്വരന് വേണ്ടിയുള്ള സമർപ്പണമായതുകൊണ്ട്, ഈശ്വരന് വേണ്ടിയുള്ള പൂജയായതുകൊണ്ട്, ഈശ്വരന്റെ പാദത്തിലേക്ക് സമർപ്പിക്കുന്നത് കൊണ്ട് അതിന്റെ ശുഭാശുഭ ഭാവത്തെക്കുറിച്ച് സംശയങ്ങൾ മുഴുവൻ നമുക്ക് തീർന്നിരിക്കും. സ്വന്തം കർമ്മത്തിൽ ആത്മീയതയുടെ ഈ സ്ഫുലിംഗങ്ങൾ കൊണ്ടുവരിക, ധർമ്മമാകണം അതിന്റെ അടിത്തറ. ഭഗവത്ഗീത വീണ്ടും 2-ാം അധ്യായം 50-ാമത്തെ ശ്ലോകം, ബുദ്ധിയുക്തോ ജഹാദീഹ ഉഭേ സുഹൃത ദുഷ്കൃതേ തസ്മാത് യോഗായ യുജ്യസേ യോഗകർമ്മസു കൗശലം. സഞ്ചിത കർമ്മഫലം ജന്മജന്മാന്തരങ്ങളായി 84 ലക്ഷം യോനികളിലൂടെ കടന്നു വരുന്ന ഓരോ ജീവാത്മാവും അവന്റെ കർമ്മഫലമാണ് നമ്മുടെ ഓരോ ജന്മത്തെയും ജീവിതം. വളരെ ചെറിയ പ്രായത്തിൽ മരിക്കുന്നവരുടെ പോലും ആ കർമ്മത്തിന്റെ അവന്റെ സഞ്ചിത പാപകർമ്മം അല്ലെങ്കിൽ കർമ്മഫലം അവസാനിക്കുമ്പോഴാണ് അവൻ മടങ്ങുന്നത് എന്നാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് കൃഷ്ണാർപ്പണത്തോടെ, കൃഷ്ണാർപ്പണ ഭാവത്തോടെ ഭക്തിനിർഭരമായ കർമ്മത്തിൽ ഏർപ്പെടുന്നവന് ഈ ലോകത്തിൽ തന്നെ കർമ്മമുക്തി ഉണ്ടാകുന്നു. കർമ്മം ഈശ്വരാർപ്പണമാക്കുക, കർമ്മം ഈശ്വരാർപ്പണമാക്കുക. ഈ വാക്യമാണ് വീണ്ടും ആധുനിക മാനേജ്മെന്റ് ശാസ്ത്രം ഭഗവത്ഗീതയിൽ നിന്ന്, ഭാരത ദർശനത്തിൽ നിന്ന് സ്വീകരിക്കുന്നത്. ഇതിന്റെ അടിത്തറ ഭഗവത്ഗീതയിലെ 2-ാം അധ്യായം 47-ാമത്തെ ശ്ലോകമാണ്. എല്ലാവർക്കും അറിയാവുന്ന ശ്ലോകം, കർമ്മണ്യേ വാദികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മഫലഹേതു കുർമാതേ സംഗോസ്ത കർമ്മണി. സ്വന്തം നിയത കർമ്മം നിർവഹിക്കാനേ തനിക്ക് അധികാരമുള്ളൂ. കർമ്മഫലങ്ങളിൽ നമുക്ക് അധികാരമില്ല. കർമ്മഫലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. കർമ്മത്തിന്റെ ഫലം എന്താണെന്ന് നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. കർമ്മത്തിൽ നിന്നുളവാകുന്ന ഫലങ്ങളുടെ കാരണക്കാരൻ താനാണെന്ന് കരുതണ്ട. ഞാനല്ല അതിന്റെ കാരണക്കാരൻ. അതിന്റെ നിയാദാതാവ് ഭഗവാൻ, പ്രപഞ്ച നിയാദാവായ കൃഷ്ണനോ മഹാവിഷ്ണുവാണ്. സ്വകർത്തവ്യം അനുഷ്ഠിക്കാതെ ഒഴിയാൻ ആഗ്രഹിക്കുകയും ചെയ്യരുത്. അത് ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ പറഞ്ഞതാണ്. നിന്റെ കർത്തവ്യം, നിയതമായ കർത്തവ്യം എന്താണോ ആ കർത്തവ്യം നീ അനുഷ്ഠിക്കുക. അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ നിനക്ക് അധികാരമില്ല, അതിന് നിനക്ക് അവകാശമില്ല. ആ കർമ്മം, നിയതമായ കർമ്മം നീ അനുഷ്ഠിക്കാൻ പോകുമ്പോൾ
എതിരെ വരുന്നത് ആരാണെന്ന് നോക്കേണ്ട കാര്യം നിനക്കില്ല. ആ കർമ്മം നീ അനുഷ്ഠിക്കുക. 3 വിഷയങ്ങളാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. വിധിക്കപ്പെട്ട കർമ്മം, സ്വേച്ഛാനുസൃതമായ കർമ്മം, ആ കർമ്മത്തിൽ നിന്നൊഴിയൽ, ഒരാളുടെ സ്വയാർജിതമായ ഭൗതിക ഗുണങ്ങൾക്കനുസരിച്ച് ചെയ്യുന്ന കർമ്മങ്ങളെയാണ് നിയതകർമ്മം എന്ന് പറയുന്നത്. സ്വേച്ഛാനുസൃതം എന്നാൽ ആധികാരികമല്ലാത്തതാണ്. അകർമ്മം എന്നാൽ തൻ്റെ വിധിക്കപ്പെട്ട കർമ്മങ്ങൾ നിറവേറ്റാതിരിക്കലാണ്. അകർമ്മം പാടില്ലെന്നും ഫലകാംക്ഷ കൂടാതെ തൻ്റെ നിയതകർമ്മം നിർവഹിക്കണമെന്നും ഭഗവാൻ അർജുനനെ ഉപദേശിക്കുന്നു. കർമ്മഫലത്തിൽ ആകൃഷ്ടനായ ഒരാൾ കർമ്മത്തിന്റെ കാരണക്കാരനുമാകുന്നു. കർമ്മഫലങ്ങൾ സുഖമായാലും ദുഃഖമായാലും അയാൾ അനുഭവിച്ചേ തീരൂ. കർമ്മഫലത്തെക്കുറിച്ച് ആഗ്രഹിക്കാതെ ധർമാനുസൃതമായി കർമ്മം അനുഷ്ഠിക്കുന്നതാണ് ഉചിതം. കർമ്മങ്ങൾ അനാസക്തിയോടെ ചെയ്യുന്നത് മുക്തിമാർഗത്തിലേക്ക് എത്തിക്കും. ഫലത്തിൽ ആസക്തനാകാതെ കർത്തവ്യമെന്ന നിലയിൽ യുദ്ധം ചെയ്യാനാണ് ഭഗവാൻ അർജുനനോട് പറയുന്നത്. ഇതിന്റെ ജയാപരാജയങ്ങളെക്കുറിച്ചോ ഫലത്തെക്കുറിച്ചോ നീ ചിന്തിക്കേണ്ട കാര്യമേയില്ല. 2-ാം അധ്യായം 48 ഇത് കുറച്ചുകൂടി വ്യക്തമാക്കുന്നു. യോഗസ്ഥ കുരു കർമാണി സംഘം തെക്ത ധനഞ്ജയ സിദ്ധ്യസിദ്ധോ സമോഭൂത്വ സമത്വം യോഗ ഉച്യതേ. അല്ലയോ അർജുന, ജയാപജയങ്ങളോടുള്ള മമത കൈവെടിഞ്ഞ് സമചിത്തതയോടെ നിന്റെ കർത്തവ്യം അനുഷ്ഠിക്കുക. ഈ സമചിത്തതയെയാണ് യോഗം എന്ന് പറയുന്നത്. ഇന്ന് ലോകത്തെ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പോകുന്ന ഒരു വിഷയം ഈ യോഗം എന്ന് പറയുന്ന 2 വാക്കുകൾ അടങ്ങിയ ഭഗവത്ഗീത സങ്കല്പമാണ്. സ്പിരിച്വാലിറ്റി മീൻസ് പർസ്യൂട്ട് ഓഫ് എക്സലൻസ് ഇൻ വർക്ക്, ഹാവിംഗ് ഡൺ യുവർ വർക്ക് ടു ദി ബെസ്റ്റ് ഓഫ് യുവർ എബിലിറ്റി ആൻഡ് ലീവ് ദ റെസ്റ്റ് ടു ദ ഗോഡ്. ഇതാണ് സ്റ്റാൻഫോർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അവിടുത്തെ ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും ഭഗവത്ഗീതയിലുള്ള ആ കൺസെപ്റ്റ് എന്ന നിലയിൽ നൽകിയിട്ടുള്ളത്. എക്സലൻസ് ഓഫ് വർക്ക്, സ്വന്തം കർമ്മത്തിൽ അല്ലെങ്കിൽ ജോലിയിൽ മികവ്. റെസ്ട്രെയിനിങ് ദ മെന്റൽ റിയാക്ഷൻസ്, ഓരോ കർമ്മത്തിന്റെയും ഫലത്തെക്കുറിച്ച് നമ്മുടെ പ്രതികരണം അല്ലെങ്കിൽ നമ്മുടെ പ്രകടനം, ആ പ്രകടനം എങ്ങനെയായിരിക്കണം? അത് റെസ്ട്രിക്റ്റഡ് ആയിരിക്കണം, നിയന്ത്രിതമായിരിക്കണം. മാനസികമായ പ്രതികരണങ്ങൾ ഒരിക്കലും വികാര വിക്ഷോഭത്തോടെ ഉണ്ടാകാൻ പാടില്ല. ഇത് കണ്ട് ഭയന്ന് അമ്പും വില്ലും തേർത്തട്ടിൽ വെച്ച് എനിക്ക് യുദ്ധം ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞ അർജുനനെ കൃഷ്ണൻ എന്തു പറഞ്ഞു? ആ വികാര വിക്ഷോഭങ്ങൾ പാടില്ല എന്നാണ് പറയുന്നത്. റൂട്ടിംഗ് ഇൻ ദ സെൽഫ്, മോഡേൺ മാനേജ്മെന്റ് ഈസ് ബേസ്ഡ് ഓൺ ഗീത ആൻഡ് വിസ്ഡം. മോഡേൺ മാനേജ്മെന്റ് ഈസ് എസെൻഷ്യലി പീപ്പിൾ സെന്റേർഡ് ആൻഡ് കൾച്ചർ സ്പീക്ക്. ഓരോ വ്യക്തി അധിഷ്ഠിതമായി, വ്യക്തിയെ അടിസ്ഥാനമാക്കിയാണ് ഇത് പോകുന്നത്. ഇതിന്റെ ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന മനുഷ്യശേഷി വികസനം അല്ലെങ്കിൽ അതിന്റെ മാനേജ്മെന്റ് ആണ് ഇന്ന് ലോകത്തെ എല്ലാ മാനേജ്മെന്റ് ശാസ്ത്രത്തില് ഏറ്റവും മുൻപന്തിയിൽ. ബാക്കിയുള്ള എല്ലാ വിഭാഗങ്ങളെയും കടത്തിക്കൊണ്ട് ഏറ്റവും മുൻപന്തിയിലേക്ക് കൊണ്ടുവരുന്നത് HRM അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ് ആണ്. അത് സംസ്കാരത്തെ അടിസ്ഥാനപ്പെടുത്തി, കൾച്ചറിനെ ബേസ് ചെയ്ത് ഭാരതത്തിന്റെ ഇതിഹാസങ്ങളിലേക്കും നമ്മുടെ കൃതികളിലേക്കും വരുമ്പോൾ, നമ്മുടെ പുരാണങ്ങളിലേക്കും ഉപനിഷത്തുകളിലേക്കും വരുമ്പോൾ, കോഴിക്കോട് IIM ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ ഡയറക്ടറായിട്ടുള്ള ദേവശിഷ് ചാറ്റർജി, അദ്ദേഹം ഭഗവത്ഗീതയെക്കുറിച്ചും ഗീതാ ബേസ്ഡ് മാനേജ്മെന്റിനെ കുറിച്ചും നിരവധി പുസ്തകങ്ങൾ എഴുതി കഴിഞ്ഞു. ഇന്ത്യയിലെ 5ാമത്തെ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അദ്ദേഹത്തിന്റെ പുസ്തകം നിങ്ങൾ വായിക്കുക. അദ്ദേഹം പറയുന്നതും പല ആൾക്കാരും ഗീതാ ബേസ്ഡ് മാനേജ്മെന്റില് അവർ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വെക്കുന്ന ഒരു സംഭവം വ്യക്തിയെ എങ്ങനെ നിർമ്മിക്കുന്നു എന്നുള്ളതാണ്. ഈ വ്യക്തിയെ നിർമ്മിക്കുന്ന രീതിയിലേക്ക് നമ്മൾ പോകുമ്പോൾ പാശ്ചാത്യ മതങ്ങളും ഹിന്ദുമതവും തമ്മിലുള്ള വ്യത്യാസം, ഹിന്ദുമതം എന്ന് ഞാൻ പറയുന്നില്ല, സനാതനധർമ്മം. സനാതനധർമ്മത്തില് നമ്മളുടെ മുഴുവൻ ജനങ്ങളെയും വിളിക്കുന്നത് അമൃതസ്യ പുത്രോ എന്നാണ്. അമൃതിന്റെ മക്കളെ, അമരത്വത്തിന്റെ മക്കളെ. നമുക്ക് മരണമില്ല. അമരത്വത്തിന്റെ മക്കളെ എന്ന് വിളിക്കുമ്പോൾ അബ്രഹാമിക് മതങ്ങളും പാശ്ചാത്യ മതങ്ങളും അവരുടെ വിശ്വാസികളെ വിളിക്കുന്നത് പാപികളെ എന്നാണ്.
ഈ വ്യത്യാസം നിങ്ങൾ തിരിച്ചറിയുക. ഈ ഒരു സംസ്കാരമാണ് ആധുനിക മാനേജ്മെന്റ് ശാസ്ത്രത്തിലേക്ക് ലോക മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മുഴുവൻ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. തൊഴിൽ സംസ്കാരത്തില്, ടീം നിർമ്മാണത്തില് ഈ യജ്ഞ പാരമ്പര്യം ഞാനല്ല, എന്റേതല്ല, ഇത് മുഴുവൻ സമൂഹത്തിനാണ്, ഇത് മുഴുവൻ ദേവതകൾക്കുള്ളതാണ്. ആ യജ്ഞഭാവം നമ്മളാണ് കൊണ്ടുവരികയാണ്. അപ്പൊ ഈ യജ്ഞഭാവത്തോടെ ചെയ്യുന്ന കർമ്മങ്ങൾ മാനേജ്മെന്റിൽ എങ്ങനെ പരിവർത്തനം വരുന്നു എന്നുള്ളത് ഒന്നോ രണ്ടോ ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. കേരള സോപ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സംസ്ഥാന സർക്കാരിന്റെ സോപ്പ് നിർമ്മിക്കുന്ന കമ്പനിയാണ് കേരള സർക്കാരിന്റെ. അപ്പൊ ഈ സോപ്പ് കമ്പനിയുടെ ആയിരുന്നു വീല്, കേരള സാൻഡൽ തുടങ്ങിയ നിരവധി കമ്പനികൾ. പക്ഷെ നിങ്ങൾക്കറിയോ, ലോകത്ത് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന സോപ്പ് കേരളത്തിൽ നിന്നായിരുന്നു. അറിയോ ആർക്കെങ്കിലും? ശ്രീനാരായണ ഗുരുദേവൻ ഒരു ദിവസം വീട്ടിൽ പോയി എഴുതി കൊടുത്ത കുറിപ്പടിയുടെ അടിസ്ഥാനത്തിൽ ഇരിങ്ങാലക്കുടയിലെ ലാൽ പ്രോഡക്ട്സ് എന്ന കമ്പനി ഇറക്കിയിരുന്ന ചന്ദ്രിക സോപ്പ്. ചന്ദ്രിക സോപ്പാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്തിരുന്ന സോപ്പ്. ഇപ്പൊ അത് ഒരു ബഹിരാഷ്ട്ര കമ്പനി വാങ്ങിക്കഴിഞ്ഞു. അതിന്റെ ഉടമസ്ഥനായിരുന്നു CR കേശവൻ വൈദ്യർ. കേശവൻ വൈദ്യർ 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ ലോകത്ത് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന സോപ്പ് കമ്പനി ചന്ദ്രിക സോപ്പായി. 3 IAS നിരവധി MBAക്കാരും ഉണ്ടായിട്ടും കേരള സോപ്സ് കൂട്ടിപ്പോയി. അപ്പൊ ഈ യജ്ഞഭാവത്തോടെ ഒരു സന്യാസി വര്യന്റെ ഒരു കുറിപ്പടിയുടെ പേരിൽ എങ്ങനെയാണ് ഇത് ചെയ്തത്? ആ മനോഭാവമാണ് ഒരു പക്ഷേ മാനേജ്മെന്റിൽ പരിവർത്തനം വരുത്തുന്നത്. ഇത് ഞാൻ വീണ്ടും പറയുന്നു, ഭാരതം കണ്ട ഏറ്റവും വലിയ മാനേജ്മെന്റ് എക്സ്പെർട്സ് ഉള്ള ഒരാൾ ഡോക്ടർ APJ അബ്ദുൽ കലാം ആയിരുന്നു. APJ അബ്ദുൽ കലാമിന്റെ വിങ്സ് ഓഫ് ഫയർ എന്ന് പറയുന്ന പുസ്തകം, അഗ്നിച്ചിറകുകൾ എന്ന് പറയുന്ന പുസ്തകം വായിക്കുക. എല്ലാ ദിവസവും രാമേശ്വരം കടൽ തീരത്തൂടെ നടക്കുമ്പോൾ അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നു, ഈ ലോകത്തെ ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വൈമാനികൻ, വിമാനത്തിന്റെ പൈലറ്റായിട്ട് താൻ മാറണമെന്ന് അദ്ദേഹം സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിന്റെ കാരണം എന്താണ്? രാമേശ്വരം കടൽ തീരത്തൂടെ ആകാശത്തിന്റെ അനന്തതയിലേക്ക് പറന്നുയരുന്ന കടൽക്കുറ്റികളെ കണ്ടിട്ടാണ് അദ്ദേഹത്തിന് ഈ സ്വപ്നം വന്നത്. അദ്ദേഹം ബിടെക് പാസ്സായി. ബിടെക് പാസ്സാകാൻ പോകുന്നത് പെങ്ങൾ സുഹറയുടെ സ്വർണം കൊണ്ടുപോയി പണയം വെച്ചിട്ടാണ് MIT-യിൽ അഡ്മിഷൻ എടുക്കുന്നത്. അവിടെ പഠിക്കാൻ ഇത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ എയർഫോഴ്സിന്റെ പൈലറ്റ് ഓഫീസർ ടെസ്റ്റിന് പോയി. അതോടൊപ്പം തന്നെ DRDOയുടെ സയന്റിഫിക് ഓഫീസർ ടെസ്റ്റിനും. ആദ്യ റിസൾട്ട് വരുന്നത് പൈലറ്റ് ഓഫീസറുടെ ടെസ്റ്റാണ്. അപ്പൊ ഈ ടെസ്റ്റിന്റെ റിസൾട്ട് വന്ന ദിവസം പോയി അദ്ദേഹം നോക്കുമ്പോൾ 8 പേരെ എടുക്കുന്ന റാങ്ക് ലിസ്റ്റിൽ അബ്ദുൽ കലാമിന്റെ റാങ്ക് 9 ആയിരുന്നു. അദ്ദേഹം വിങ്സ് ഓഫ് ഫയറിൽ പറയുന്നുണ്ട്, ജീവിതം മുഴുവൻ ഇരുൾ മൂടിയതുപോലെ തോന്നി, മൊത്തം തകർന്നടിഞ്ഞു, എന്റെ സ്വപ്നങ്ങൾ പൊളിഞ്ഞു, ഇനി ഞാനില്ല. ഇതായിരുന്നു കലാം അപ്പോൾ ചിന്തിക്കുന്നത്. അബ്ദുൽ കലാം അവിടുന്ന് ഇറങ്ങിയിട്ട് അടുത്ത തീവണ്ടിയിൽ ഋഷികേശിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ പറയാം. സ്ഫടിക നിർമ്മലമായ ഗംഗയുടെ ആ രാംചൂലയും ലക്ഷ്മൺ ചൂലയും അതിലൂടെ കടന്നു കയറി അവിടെ ശിവാനന്ദാശ്രമത്തിലേക്ക് എത്തി. ശിവാനന്ദാശ്രമത്തിലെ വജ്രം പോലെ തിളങ്ങുന്ന കണ്ണുകളോടെ ശിവാനന്ദ യോഗി അദ്ദേഹത്തെ സ്വീകരിച്ചു. എന്റെ മുസ്ലിം പേര് അദ്ദേഹത്തിൽ യാതൊരു പ്രതികരണവും ഉണ്ടാക്കിയില്ല. ചോദിച്ചു, നീ എന്തിനാണ് സങ്കടപ്പെടുന്നത്? നിന്റെ അടുത്ത വാക്കാണ് ശ്രദ്ധേയം, നിന്റെ കർമ്മം അതല്ല. ഇപ്പൊ കലാം വീണ്ടും പറയുകയാണ്, എനിക്ക് ദുഃഖമുണ്ടെന്നും എന്റെ പ്രതിസന്ധിയും എന്റെ സ്വപ്നങ്ങൾ തകർന്നതും ഒക്കെ ഒരു നിമിഷം കൊണ്ട് തിരിച്ചറിഞ്ഞ അദ്ദേഹം, ഞാൻ പറയാതെ അറിഞ്ഞ അദ്ദേഹം പറയാണ്, നിന്റെ കർമ്മം നിന്നെ അവിടെ കാത്തിരിക്കുന്നുണ്ട്, അതുകൊണ്ട് മടങ്ങിപ്പോകുന്നു. അവിടുന്ന് ഭക്ഷണം കൊടുത്തിട്ട് കലാമിനെ തിരിച്ചയക്കുകയാണ്. അപ്പൊ കലാം തിരിച്ചു പോകുമ്പോൾ മുഴുവൻ കലാമിന്റെ ചിന്ത എന്താണ്? എന്റെ ചിന്ത, ഇനി ആ DRDOയിലെ സെലക്ഷൻ ആയിട്ടുണ്ട്. നേരെ ഡൽഹി വന്ന്
രാവിലെ അദ്ദേഹം പറയുന്നു, പ്രഭാത കൃത്യങ്ങൾ പോലും ചെയ്യാതെ DRDOയുടെ ഓഫീസിലേക്ക് നേരെ ഇടിച്ചു കയറുമ്പോൾ അവിടെ റാങ്ക് ലിസ്റ്റ് ഇട്ടിരിക്കുന്നു. 1ാമത്തെ റാങ്ക് അവൽ ഫക്കീർ ജനാബുദ്ദീൻ കലാം, APJ അബ്ദുൽ കലാം. അവിടുന്നാണ് ഈ മാറ്റം മുഴുവൻ. അദ്ദേഹത്തെ വിക്രം സാരാഭായി കണ്ടെത്തുന്നതും ഈ നമ്മുടെ അദ്ദേഹത്തെ എങ്ങനെ മാറ്റിയെടുത്തു. ഞാൻ നിങ്ങളുടെ വായനയുടെ കൗതുകത്തെ കളയുന്നില്ല. ഈ കലാം പിന്നീട് പറയുന്നുണ്ട് മാനേജ്മെന്റിന്റെ ഇതിനെ കുറിച്ച്. അദ്ദേഹത്തിന്റെ സുഹറയുടെ മകളുടെ കല്യാണത്തിന് ദിവസം പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വിളിച്ച യോഗത്തിലാണ്. 5:30ക്കാണ് അവിടുന്ന് മദ്രാസിൽ നിന്ന് രാമേശ്വരത്തേക്കുള്ള ലാസ്റ്റ് ട്രെയിൻ. അതിനു മുമ്പ് ചെന്നൈയിൽ എത്തി എയർപോർട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയില്ലെങ്കിൽ അദ്ദേഹത്തിന് പോകാൻ പറ്റിയില്ല. യോഗം കഴിയുമ്പോൾ 4:30 മണി. അപ്പോൾ ഈ ഫ്ലൈറ്റ് നേരെ അവിടെ ലാൻഡ് ചെയ്യുന്നു. അദ്ദേഹത്തിനോട് അന്നത്തെ സെക്രട്ടറി ഇതിന്റെ പ്രധാനമന്ത്രിയുടെ സെക്രട്ടറി, സയന്റിഫിക് സെക്രട്ടറി, അദ്ദേഹം വന്ന് പറയുന്നു, കലാം നിങ്ങൾക്ക് അവിടെ ഫ്ലൈറ്റ് റെഡിയാണ്, നിങ്ങൾക്ക് വേണ്ടി ഫ്ലൈറ്റ് ഡിലേ ചെയ്യിക്കുകയാണ്. ഫ്ലൈറ്റ് വന്ന് മദ്രാസ് വിമാനത്താവളത്തിൽ ഇറങ്ങുമ്പോൾ വിമാനത്താവളത്തിന്റെ പുറത്ത് വ്യോമസേനയുടെ ഹെലികോപ്റ്റർ കാത്തു നിൽക്കുന്നു. ആ ഹെലികോപ്റ്ററിൽ നേരെ ഇവിടെ മധുര റെയിൽവേ സ്റ്റേഷനിലെ മദ്രാസിൽ നിന്നുള്ള തീവണ്ടി എത്തുമ്പോഴേക്കും അദ്ദേഹത്തെ അവിടെ ലാൻഡ് ചെയ്യിക്കുന്നു. ആ തീവണ്ടിയിൽ നേരെ അദ്ദേഹം രാമേശ്വരത്തേക്ക് സുഹറയുടെ മകളുടെ കല്യാണത്തിന്. ഇതാണ് മാനേജ്മെന്റ്. ആ വ്യക്തിയുടെ ജീവിതം കണ്ടറിഞ്ഞതിനു വേണ്ടി മുന്നോട്ട് പോവുക. അപ്പൊ ഈ ബിൽഡിംഗ് ഓഫ് പേഴ്സൺസ് എന്ന് പറയുന്ന ആ സംഭവം, ഇത് ഈ നേതാവ് എങ്ങനെ ആയിരിക്കണം? വീണ്ടും ഈ ആധുനിക മാനേജ്മെന്റ് ലീഡർ എന്ന് പറയുന്നത് എപ്പോഴും അക്ഷോഭ്യനായിരിക്കണം. ഒരിക്കലും ക്ഷോഭിക്കരുത്. ക്ഷോഭിക്കാതെ എന്തിനേയും പുഞ്ചിരിയോടുകൂടി നേരിടുന്ന ഒരാളായിരിക്കണം നേതാവെന്നാണ് നമ്മുടെ ഭാരതീയ മാനേജ്മെന്റ്, നമ്മുടെ സ്പിരിച്വാലിറ്റി നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് ശാന്തി പർവ്വത്തില് ഭീഷ്മർ ധർമ്മപുത്രരോട് പറയുന്നു, രാജാവിന്റെ സന്തുഷ്ടി ജനങ്ങളുടെ സന്തോഷത്തിലാണ്. നിങ്ങൾ അക്ഷോഭ്യനും നിർഭയനുമായിരിക്കുമ്പോൾ പ്രശ്നങ്ങളെ അവസരമാക്കി മാറ്റാൻ നമുക്ക് കഴിയും. റിയാക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും റിയാക്ഷൻ അൺകൺട്രോൾഡ് ആണ്, നിയന്ത്രണമില്ലാത്ത പൊട്ടിത്തെറിയാണ്. അതേസമയം റെസ്പോൺസ് എന്ന് പറയുന്നത് നിയന്ത്രിതമായിരിക്കും. ഇതും ഈ ആധുനിക മാനേജ്മെന്റ് ശാസ്ത്രം ഭാരതത്തിൽ നിന്നെടുത്തതാണ്. ഭഗവത്ഗീതയുടെ 3-ാം അധ്യായം 21-ാമത്തെ ശ്ലോകം, യദ്യതാചരതി ശ്രേഷ്ഠസ്തത്വ ദേവതരോ ജന സയുധ പ്രമാണം കുരുതേ ലോകസ്തനുവർത്തതേ. ഒരു ശ്രേഷ്ഠനായ നേതാവ് എന്തു തന്നെ ചെയ്താലും സാധാരണ ജനങ്ങൾ അദ്ദേഹത്തെ അനുകരിക്കുന്നു. മാതൃകാപരമായ പ്രവൃത്തികളിൽ അദ്ദേഹം സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങളെ ലോകമൊട്ടാകെ ആദരിക്കുന്നു, പിന്തുടരുന്നു. അലക്സാണ്ടർ ചക്രവർത്തിയുടെ ജീവിതത്തിലുള്ള സംഭവം. അലക്സാണ്ടർ ചക്രവർത്തി ഒരു മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ വെള്ളം കിട്ടാനില്ല. അവസാനം ഒരു സൈനികർ എവിടെയോ കൊണ്ടുപോയിട്ട് ഈ അലക്സാണ്ടർ ചക്രവർത്തിക്ക് മാത്രം കുടിക്കാൻ ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം കൊണ്ടു കൊടുക്കുകയാണ്. ചക്രവർത്തി എന്താ ചെയ്തതെന്നറിയാം? ആ വെള്ളം അതേപടി ആ മണൽപ്പരപ്പിലേക്ക് ഒഴിച്ചു കളഞ്ഞു. നിങ്ങൾക്ക് കുടിക്കാൻ കിട്ടാത്ത വെള്ളം എനിക്ക് മാത്രമായിട്ട് വേണ്ട. അതാണ് യഥാർത്ഥ നേതാവ് എപ്പോഴും ചെയ്യുന്നത്. ശ്രീരാമനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഈ ശ്രീരാമനെ കാട്ടിലേക്ക് അയക്കാനുള്ള തീരുമാനം വന്നപ്പോ ദശരഥ മഹാരാജാവ് സ്ത്രീലമ്പടനാണ്. നീ പോകണ്ടെന്ന് എല്ലാവരും പറഞ്ഞോ? ആലോചിച്ചു. പക്ഷെ ശ്രീരാമൻ എന്താ ചെയ്ത്? ശ്രീരാമൻ പറഞ്ഞു, അച്ഛൻ എന്താണോ പറഞ്ഞ് അത് ചെയ്യുക. അതാണ് മകന്റെ കർമ്മം. അതാണ് ആദർശാധിഷ്ഠിതമായ നേതൃത്വം, അല്ലെങ്കിൽ ആദർശാധിഷ്ഠിതമായ ജീവിതം. അതേസമയം അവസരത്തിനൊത്ത നേതൃത്വം എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യവും ഭഗവത്ഗീത തന്നെ, മഹാഭാരതം തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്ന കഥ, അശ്വത്ഥാമ ഹതകുഞ്ചര. ദ്രോണാചാര്യരെ വീഴ്ത്താൻ ഒരു വഴിയില്ല. ഇനി യുദ്ധം, അവിടെയും കൃഷ്ണനാണ്. കൃഷ്ണൻ പറഞ്ഞു, ദ്രോണരെ വീഴ്ത്താതെ നിനക്ക് രക്ഷയില്ല അർജുന, ദ്രോണരെ വീഴ്ത്തിയേ പറ്റൂ. അപ്പോ ആനയെ കൊണ്ടുവരുന്നു, കരിമ്പടവും പട്ടും വിരിച്ചു. ആനയ്ക്ക് പുതിയ പേരിടുന്നു, അശ്വത്ഥാമാവ്.
കാര്യം നമ്മുടെ ചില രാഷ്ട്രീയ നേതാക്കളെ പോലെ തന്നെയായിരുന്നു ഈ ദ്രോണാചാര്യരും. മകനോട് ഭയങ്കര കൂറായിരുന്നു. മകൻ കാരണമാണല്ലോ പല നേതാക്കളും പെട്ടത്. മക്കള് കാരണം. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, എപ്പോഴും പെട്ടുകൊണ്ടിരിക്കുകയാണ് മക്കള് കാരണം. അപ്പോൾ ഈ ഇദ്ദേഹത്തെ അപ്പോൾ ആനയ്ക്ക് അശ്വത്ഥാമാവെന്ന് പേരിട്ടു. ഭീമൻ ഗദയുമായിട്ട് വന്നു, ആനയെ അടിച്ചു, ആന മരിച്ചു. ധർമ്മപുത്രരോട് പറഞ്ഞു. ധർമ്മപുത്രരല്ലാതെ ആര് പറഞ്ഞാലും ദ്രോണാചാര്യർ വിശ്വസിക്കില്ല. അശ്വത്ഥാമാഹത, അശ്വത്ഥാമാവ് മരിച്ചു എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞു. കുഞ്ചര എന്നുള്ളത് പതുക്കെയാണ് പറഞ്ഞത്, ആനയാണ്. പക്ഷെ അതിന്റെ ഫലം എന്തായിരുന്നു? അതും ഭാരതീയ ധർമ്മശാസ്ത്രം, ഭഗവത്ഗീത അല്ലെങ്കിൽ മഹാഭാരതമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അന്നുവരെ അശ്വത്ഥാമ ഹത കുഞ്ചര എന്ന് പറയുന്നത് വരെ ധർമ്മപുത്രരുടെ രഥചക്രങ്ങൾ ഭൂമിയിൽ നിന്ന് അരയടി പൊന്തിയാണ് പോയിരുന്നത്, ഓടിയിരുന്നത്. എപ്പോ ഇത് പറഞ്ഞോ ആ നിമിഷം ധർമ്മപുത്രരുടെ രഥചക്രങ്ങൾ നിലം തൊട്ടു. ഇത് നമുക്കുള്ള പാഠമാണ്. ഇതും ആധുനിക മാനേജ്മെന്റ് ശാസ്ത്രം നമ്മുടെ നിന്ന് എടുത്തിരിക്കുന്നു. ഭഗവത്ഗീത 3-ാം അധ്യായം 5-ാമത്തെ ശ്ലോകം. നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ഠത്യ കർമ്മകൃത് കാര്യതേ ഹൃവശ കർമ്മ സർവ പ്രകൃതി ജയർഗുണൈ. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്നുളവാകുന്ന വാസനകൾക്കനുസരിച്ച്, ഞാൻ വാസനകളെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഓരോ മനുഷ്യനും കർമ്മം ചെയ്യാൻ നിർബന്ധിതനാണ്. ആർക്കും ഒരൊറ്റ നിമിഷം പോലും കർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാവില്ല. വീണ്ടും 3-ാം അധ്യായം 28-ാമത്തെ ശ്ലോകം. തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോ ഗുണേഷു വർത്തന്ത ഇതി മത്വാന സജ്ജതേ. പരമസത്യം ഗ്രഹിച്ച ഒരാൾ ഭക്തിപരിതമായ പ്രവൃത്തിയും ഫലാകാംക്ഷയോടെ ചെയ്യുന്ന കർമ്മവും തമ്മിലുള്ള വ്യത്യാസം നന്നായി അറിയുന്നു. അതുകൊണ്ട് അയാളുടെ മനസ്സ് ഇന്ദ്രിയങ്ങളിലോ ഭോഗചിന്തകളിലോ വ്യാപരിക്കുന്നില്ല. 3-ാം അധ്യായം 30-ാമത്തെ ശ്ലോകം. മയി സർവാണി കർമാണി സന്യാസാധ്യാത്മചേതസ നിരാശീർ നിർമ്മമോ ഭൂത്വ യുദ്ധസ വിഗതജ്വര. അതുകൊണ്ട് അല്ലയോ അർജുന, നിന്റെ കർമ്മങ്ങളെല്ലാം എനിക്കായി അർപ്പിച്ചുകൊണ്ട് എന്നെക്കുറിച്ചുള്ള പൂർണ്ണജ്ഞാനത്തോടെ ലാഭേച്ഛയോ ഉടമസ്ഥാവകാശ ബോധമോ അലസതയോ കൂടാതെ കർമ്മം ചെയ്യൂ, യുദ്ധം ചെയ്യൂ എന്നാണ് പറയുന്നത്. 3-ാം അധ്യായം 35-ാമത്തെ ശ്ലോകം. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാ സനുഷ്ഠുതാത് സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. തെറ്റോടുകൂടിയാണെങ്കിൽ പോലും തനിക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള കർത്തവ്യങ്ങൾ നിറവേറ്റുക, അന്യരുടെ ചുമതലകൾ ഭംഗിയായി ചെയ്യുന്നതിനേക്കാൾ നല്ലത് അതാണ്. സ്വകൃത്യ നിർവഹണത്തിൽ നാശം സംഭവിക്കുന്നതും മറ്റുള്ളവരുടെ കർമ്മം ചെയ്യുന്നതിനേക്കാൾ ശ്രേയസ്കരമാണ്. അന്യരുടെ വഴികളിൽ പോകുന്നത് ആപൽക്കരമാണ്. ഓരോ നേതാവും സ്വന്തം മനസ്സിന്റെ വിധാതാവും സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കുന്നതും ആയിരിക്കണമെന്നാണ്, അവരുടെ മനസ്സിന്റെ യജമാനന്മാരായിരിക്കണമെന്നാണ് ഭാരതീയ പൈതൃകം, ഭാരതീയ പാരമ്പര്യം, ഭാരതീയ തത്വശാസ്ത്രം നമ്മളോട് പറയുന്നത്. നമ്മൾ ഭഗവത്ഗീത തന്നെ നമ്മെ പഠിപ്പിക്കുന്നത് ചിത്തവൃത്തി നിരോധനമാണ്. ചിത്തവൃത്തി നിരോധനം. മനസ്സിലാണ് മുഴുവൻ സംഭവങ്ങളും. ജരാനരകൾ പോലും മനസ്സിലാണ് വരുന്നത്. ഈ വിശ്വാമിത്രന്റെ കൂടെ പോകുന്ന ശ്രീരാമനോട് വിശ്വാമിത്ര മഹർഷി പറയുന്നുണ്ട്, മനഃകൃതം കൃതം രാമ ശരീരകൃതം ന കൃതം. മനസ്സ് ചെയ്യുന്നതാണ് കർമ്മം, ശരീരം ചെയ്യുന്നതല്ല. മനസ്സിലാണ് കർമ്മങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ആധുനിക മാനേജ്മെന്റ് സമ്പ്രദായം പറയുന്നത് ലോകത്ത് മനസ്സിനെ അറിഞ്ഞിട്ട് മനസ്സിനെ മാത്രം ബേസ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ഗാഠമായ, ഏറ്റവും അഗാധമായ പഠനം നടന്നിട്ടുള്ളത് ഭാരതീയ ദർശനങ്ങളിൽ ആണെന്നാണ്. അലകളൊടുങ്ങിയ മനസ്സിലാണ് സച്ചിദാനന്ദം ഉണ്ടാകുന്നത്. അലകളൊടുങ്ങിയ കടൽ, ആഴക്കടൽ. നമ്മൾ കടൽ തീരത്തെത്തുമ്പോൾ ഇവിടെയൊക്കെ തിരകൾ അടിച്ചുകൊണ്ടേയിരിക്കും. ആഴക്കടലിലേക്ക് പോകും. ആഴക്കടലിൽ തിരകളില്ല. ആ തിരകളില്ലാത്ത കടലിലാണ് രക്തഗർഭയായ മുത്തുകളും പവിഴങ്ങളും രത്നങ്ങളും ഒക്കെ അടങ്ങിയ ആ കടൽ എന്ന് പറയുന്നത് ആഴക്കടലാണ്. ആ ആഴക്കടലിൽ നിതാന്ത ശാന്തതയാണ്. ആ നിതാന്ത ശാന്തതയിലേക്ക് മനസ്സിനെ നയിക്കണമെന്നാണ് സച്ചിദാനന്ദ എന്ന് പറയുന്ന ബോധം, സച്ചിദാനന്ദ ലഹരി.
സച്ചിത് ആനന്ദ ലഹരി. ആ ആനന്ദമാണ് ലഹരി. അല്ലാതെ ഇപ്പോ ഇവിടെ വിൽക്കുന്ന കഞ്ചാവും ഇടിയമും അല്ല ലഹരി. ആ മനസ്സിനെ, ആ ആത്മബോധത്തിന്റെ, സാക്ഷാത്കാരത്തിന്റെ, ആത്മനിർവൃതിയുടെ ലയങ്ങളിലേക്ക്, അനന്തമായ ആത്മബോധത്തിലേക്ക്, ആ അലകളൊടുങ്ങിയ കടൽ പോലെയുള്ള മനസ്സിന്റെ ചിദാനന്ദ രൂപത്തിലേക്ക് നയിക്കാനാണ് ഭാരതീയ ദർശനം നമ്മെ പഠിപ്പിക്കുന്നത്. മനുഷ്യൻ, ഭഗവത്ഗീത 6-ാം അധ്യായം 5-ാമത്തെ ശ്ലോകം, ഉത്തരേത് ആത്മനാത്മാനം നാത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുരാത്മൈവ രിപുരാത്മന. മനുഷ്യൻ മനസ്സിന്റെ സഹായത്തോടെ സ്വയം ധരിക്കണം, അതപ്പതിക്കരുത്. ബദ്ധനായ ആത്മാവിന് തൻ്റെ മനസ്സാണ് ശത്രുവും ബന്ധുവും ഒക്കെ തന്നെ. അപ്പോ ഈ മനസ്സ് എങ്ങനെയാവണം? ഇന്ന് അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അടക്കമുള്ള ലോകത്തെ എല്ലാ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഏറ്റവും കൂടുതൽ ഗവേഷണം നടക്കുന്ന ഒരൊറ്റ വാക്കാണ്, അത് ഭഗവത്ഗീതയിൽ നിന്നാണ്, സ്ഥിതപ്രജ്ഞൻ. എന്താണ് സ്ഥിതപ്രജ്ഞൻ? ഏത് കൊടുങ്കാറ്റിലും ആടാതെ ഉലയാതെ നിൽക്കുന്ന ദീപനാളം പോലെ മനസ്സിനെ സ്വച്ഛമാക്കി അനക്കാതെ നിർത്താൻ, ഒരു ചലനവുമില്ലാതെ, നേരത്തെ പറഞ്ഞ ആ അലകളൊടുങ്ങിയ മനസ്സായിട്ട് സച്ചിദാനന്ദ ലഹരിയിലേക്ക് ഈശ്വരോന്മുഖമായി നിർത്താൻ പറ്റുന്ന ആ കഴിവിനെയാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത്. ഭഗവാൻ അർജുനൻ ഭഗവത്ഗീതയിൽ 6-ാം അധ്യായത്തിൽ 34-ാമത്തെ ശ്ലോകത്തിൽ കൃഷ്ണനോട് പറയുന്നു, ചഞ്ചലം ഹി മന കൃഷ്ണ പ്രമാദി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. മനസ്സ് ചഞ്ചലമാണ്. മനസ്സ് അലകളൊടുങ്ങിയ കടൽ പോലെ, കൊടുങ്കാറ്റിൽ ആടാതെ ഒലയാതെ നിൽക്കുന്ന ദീപനാളം പോലെ അല്ല അവന്റെ മനസ്സ്. അത് ചഞ്ചലമാണ്, പ്രക്ഷുബ്ധമാണ്, വഴങ്ങാത്തതാണ്, ബലമേറിയതാണ്. കൃഷ്ണ, അതിനെ നിയന്ത്രിക്കാൻ, കാറ്റിനെ പിടിച്ചു നിർത്താൻ, കൊടുങ്കാറ്റിനെ പിടിച്ചു നിർത്താൻ കഴിയുന്നതിനേക്കാൾ പ്രയാസമാണ് കൃഷ്ണ. അപ്പോൾ അദ്ദേഹം അതിന് മറുപടി പറയുന്നു, ദുഃഖേഷു ദിഗ്നമാന സുഖേഷു ദിഗതസ്പൃഹ വീതരാഗ ഭയക്രോധ സ്ഥിതധീർമുനിരുച്യതേ. ത്രിവിധ ദുഃഖങ്ങൾക്ക് നടുവിലും മനസ്സ് പ്രക്ഷുബ്ധമാവാതെയും സുഖങ്ങളിൽ നിന്ന് അമിതമായി സന്തോഷിക്കാതെ ആസക്തി, ഭയം, ക്രോധം എന്നിവയിൽ നിന്ന് വിമുക്തനായിരിക്കുന്നയാളെ ആണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത്. മോഡേൺ മാനേജ്മെന്റ് ശാസ്ത്രം സ്വീകരിച്ചിട്ടുള്ള ഭഗവത്ഗീതയിലെ വാക്ക് ഇതാണ്. അബ്ദുൽ കലാം, ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അബ്ദുൽ കലാമിനെ രാഷ്ട്രപതിയായി തെരഞ്ഞെടുത്തതിനു ശേഷം ടൈംസ് ഓഫ് ഇന്ത്യ പത്രം ഹൈദരാബാദിൽ നടത്തിയ സർവേയിൽ അവിടുത്തെ മുസ്ലിങ്ങളോട് ചോദിച്ചു, അബ്ദുൽ കലാം രാഷ്ട്രപതിയായി മുസ്ലിം സമൂഹം എങ്ങനെ കാണുന്നു? നോ, ഈസ് നോട്ട് എ മുസ്ലിം, ഈസ് അയ്യർ, ഈസ് കലാം അയ്യർ. അദ്ദേഹം മുസ്ലിം അല്ല, അദ്ദേഹം കലാം അയ്യറാണ്. അപ്പൊ ഈ ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിന്റെ ലേഖകൻ തിരിച്ചു ചോദിച്ചു, വൈ? ഹീസ് നോട്ട് ഈറ്റിംഗ് ബീഫ്, അദ്ദേഹം ഗോമാംസം കഴിക്കുന്നില്ല, ഭഗവത്ഗീത വായിക്കുന്നു. വീണ്ടും അടുത്ത ഒരെണ്ണം കൂടെ, അദ്ദേഹം വീണ വായിക്കുന്നു. വീണയില് സരസ്വതിയെ നമസ്തഭ്യം എന്നുള്ള കീർത്തനമാണ് അബ്ദുൽ കലാമിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. കലാം എന്ത് റോക്കറ്റുകൾ പലതും നേരത്തെ അറബിക്കടലല്ല ബംഗാൾ കടലിൽ വീണ സമയത്ത് കേരളത്തിലെ മിമിക്രി താരങ്ങൾ മുഴുവൻ അബ്ദുൽ കലാമിനെ ISROയും പരിഹസിച്ച ഒരു കാലമുണ്ടായിരുന്നു. റോക്കറ്റ് കടലിൽ വീണപ്പോൾ അന്ന് മുഴുവൻ ഭഗവത്ഗീതയിലാണ് ഈ അബ്ദുൽ കലാം അഭയം കണ്ടെത്തിയത്. അദ്ദേഹം പറഞ്ഞു ചലനങ്ങളില്ലാത്ത, ആസക്തികളില്ലാത്ത മനസ്സ്, ആ സ്ഥിതപ്രജ്ഞ മനോഭാവം പ്രാപിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നതെന്ന് അബ്ദുൽ കലാം എഴുതിയിട്ടുണ്ട്. ആ മനോഭാവമാണ് ലോകത്തെ പല മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെയും, നൂറുകണക്കിന് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ സംവാദങ്ങളിൽ അബ്ദുൽ കലാം ഈ ആശയം പ്രകടിപ്പിച്ചു. ഭഗവത്ഗീതയിൽ 6-ാം അധ്യായം 35-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, അസംശയം മഹാബാഹു മനോ ദുർനിഗ്രഹം ചലം അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ. കുന്തിപുത്ര, ചഞ്ചലമായ മനസ്സിനെ അടക്കുക എന്നത് തീർച്ചയായും ദുഷ്കരമാണ്. എന്നാൽ യുക്തമായ പരിശീലനം കൊണ്ടും നിസ്സംഗത കൊണ്ടും അത് ആർജിക്കാൻ കഴിയും. ആ മനസ്സിനെ
ഈ ചാഞ്ചല്യമില്ലാത്ത മനസ്സായിട്ട് എങ്ങനെ ഈ തരത്തിൽ ചാഞ്ചല്യമില്ലാത്ത മനസ്സ് ഓരോ മാനേജർമാർക്കും, ഓരോ മാനേജ്മെന്റ് വിദഗ്ധന്മാർക്കും സൃഷ്ടിച്ചെടുക്കാം എന്നാണ് ഇന്ന് ഇവർ ഓരോ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടും ഇന്ന് ഗവേഷണം ചെയ്യുന്നതും പഠിക്കുന്നതും. ട്രാൻസെൻഡന്റൽ മാനേജ്മെന്റ്. ട്രാൻസെൻഡൻസ് ഈസ് ദ മെർജിംഗ് ഓഫ് പേഴ്സണൽ വിൽ വിത്ത് ദ ഇംപേഴ്സണൽ വിൽ ഓഫ് ദി കോസ്മിക് ഓർഡർ. പ്രപഞ്ചശക്തിയുടെ കാഴ്ചപ്പാടിനനുസരിച്ച്, ആ പ്രപഞ്ചശക്തിയുടെ ഇംഗിതത്തിനനുസരിച്ച്, പ്രപഞ്ചശക്തിയുടെ അനുജ്ഞയ്ക്കനുസരിച്ച്, പ്രപഞ്ചശക്തിയുടെ ആഗ്രഹത്തിനനുസരിച്ച് ഓരോ വ്യക്തിയുടെയും മനോഭാവത്തെ അല്ലെങ്കിൽ അവൻ്റെ മനസ്സിനെ എങ്ങനെ അതുമായി ലയിച്ചു ചേർപ്പിക്കാൻ നമുക്ക് കഴിയുമോ അതിനെയാണ് ട്രാൻസെൻഡന്റൽ മാനേജ്മെന്റ് എന്ന് ലോക ആധുനിക മാനേജ്മെന്റ് ശാസ്ത്രം പറയുന്നത്. ഈ ലീഡേഴ്സ് മാനേജ്മെന്റ് ശാസ്ത്രം ഇന്ന് ഭാരതത്തിൽ നിന്ന് വീണ്ടും സ്വീകരിച്ചിട്ടുള്ള ഒന്നോ രണ്ടോ പോയിന്റ് കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഭാരതത്തിന്റെ മാനേജ്മെന്റ് ശാസ്ത്രത്തിൽ പറയുന്നു, അമന്ത്രമക്ഷരം നാസ്തി ന മൂലം അനൗഷധി അയോഗ്യ പുരുഷോധനാസ്തി യോജകസ്തത്ര ദുർലഭ. മന്ത്രങ്ങളിൽ ഉപയോഗിക്കാത്ത ഒരക്ഷരവും അക്ഷരമാലയിലില്ല. ന മൂലം അനൗഷധി, ഔഷധത്തിൽ ഉപയോഗിക്കാത്ത ഒരു പേരും, ഏതെങ്കിലും ഒരു ഔഷധത്തിൽ ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു പേരും ലോകത്ത് ഒരു സസ്യങ്ങൾക്കുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മൾ ഏറ്റവും കൂടുതൽ മരത്തിന്റെ കീഴിൽ പോയാൽ ചൊറിയുന്ന ചില മരങ്ങളുണ്ട്, ചേര്. അപ്പൊ ആ മരത്തിന്റെ പോലും തൊലിയും വേരും നമ്മൾ ഔഷധത്തിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഔഷധങ്ങളിൽ ഉപയോഗിക്കാത്ത ഒരു ഔഷധവും ഒരു വേരും നമുക്കില്ല. അതേപോലെ അയോഗ്യ പുരുഷോജനാസ്തി, എന്തെങ്കിലും ഒരു കഴിവില്ലാത്ത ഒരു പുരുഷനും ലോകത്തില്ല. പിന്നെ എന്താണ് ഇല്ലാത്തത്? ഇവരുടെ കഴിവ് കണ്ടെത്തി ആ കഴിവ് ഉപയോഗിക്കുന്ന ഓർഗനൈസേഴ്സ്, സംഘാടകര്. ആ സംഘാടകരാണ് ഇല്ലാത്തതെന്നാണ്. ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. ഈ പൂക്കിപ്പറമ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് മലപ്പുറം ജില്ലയിൽ ബസ് അപകടം ഉണ്ടായി. ഏതാണ്ട് 26 പേര് ആ ബസ്സിൽ തീ പിടിച്ച് മരിച്ചുപോയി. ഒരു പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല. അന്ന് ഒരു ഭാര്യയും ഭർത്താവും കെട്ടിപ്പിടിച്ച് ആ ഒരു കരിഞ്ഞ ശവശരീരമായിട്ട് ആ ബസ്സിനകത്തുണ്ടായിരുന്നു. അവരെ തിരിച്ചറിഞ്ഞത് ഉഷ എന്നെഴുതിയ ആ നീല നിറത്തിലുള്ള കല്യാണമോതിരമായിരുന്നു. ആ അപകടം ഉണ്ടായ സമയത്ത് ഈ നിരവധി യാത്രക്കാർക്ക് പൊള്ളലേറ്റ സമയത്ത് രക്ഷാപ്രവർത്തനം മുഴുവൻ നടത്തിയത് വെറും 8ാം ക്ലാസ് മാത്രം പഠിച്ച പ്രവീൺ എന്ന് പറയുന്ന അവിടുത്തെ ഒരു വർക്ക്ഷോപ്പിലെ ജോലിക്കാരനായിരുന്നു. അപ്പോൾ എന്താ ചെയ്തതെന്നറിയാം. ഈ ബസ് തീ പിടിച്ച സമയത്ത് ഫയർഫോഴ്സ് വന്നു. പതിവ് പോലെ നമ്മുടെ കേരള ഫയർഫോഴ്സിന്റെ സ്ഥിരം സംഭവമാണ്. ഫയർഫോഴ്സ് വന്നപ്പോൾ ഫയർഫോഴ്സിന്റെ വണ്ടിയിൽ വെള്ളമില്ല. ഈ പയ്യൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവിടെ നിന്ന് ആൾക്കാരോട് മുഴുവൻ വീട്ടിൽ നിന്നുള്ള കലവും ബക്കറ്റും കൊണ്ടുവരാൻ ഓടി വന്ന് അടുത്ത 4 വീടുകളിലെ കിണറുകളിലേക്ക് ആൾക്കാരെ നിരത്തി നിർത്തി. എന്നിട്ട് ഈ തൊടിയിൽ വെള്ളം കിട്ടുന്ന തൊടി വരെ ആൾക്കാരെ ഇറക്കി നിർത്തി. എന്നിട്ട് തൊടിയിൽ നിന്ന് വെള്ളം ഈ ബസ്സിന്റെ അവിടേക്ക് ഓരോ നിമിഷവും വെള്ളത്തിന്റെ ബക്കറ്റുകളും കുടങ്ങളും വന്നുകൊണ്ടിരുന്നു. ഇത് തിരിച്ചും പോയിക്കൊണ്ടിരുന്നു. ആ വെള്ളം വെച്ചിട്ടാണ് ആ ബസ് തീയണച്ചത്. എന്നിട്ട് അവൻ അവിടെ നിന്നില്ല. അടുത്ത് വന്ന ഒരു പാണ്ടിലോറി തടഞ്ഞു. പാണ്ടിലോറി പറഞ്ഞപ്പോൾ അവൻ നിർത്തില്ല എന്ന് പറഞ്ഞു. അവനെ വെട്ടുകത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് ആ പാണ്ടിലോറിയിൽ 4-5 പേര് കയറിയിട്ട് ഈ ലോറിയായിട്ട് കുറച്ച് മുന്നോട്ട് പോയിട്ട് വാഴ നിറഞ്ഞ് കിടക്കുന്നൊരു വിളയുണ്ടായിരുന്നു. അവിടുന്ന് വാഴയുടെ മണ്ട മുഴുവൻ വെട്ടിയെടുത്തു. കാര്യം പൊള്ളലേറ്റ ആൾക്കാരെ ആംബുലൻസിൽ കൊണ്ടുപോകണമെങ്കിൽ പോലും വാഴയിലേ കൊണ്ടുപോകാൻ പറ്റൂ. ആംബുലൻസ് മുഴുവൻ വന്ന ആംബുലൻസുകളിലേക്ക് മുഴുവൻ ആൾക്കാർ. ഞാൻ പിന്നീട് മാതൃഭൂമിയുടെ റിപ്പോർട്ടർ എന്ന നിലയിൽ അവിടെ പോകുമ്പോൾ ഈ പയ്യന്റെ വിദ്യാഭ്യാസം അന്വേഷിക്കാൻ വെറും 8ാം ക്ലാസ്സുകാരൻ മാത്രമാണ്. നിങ്ങൾ കേരളത്തിൻ്റെ കാര്യം നോക്ക്. കേരളത്തിലെ ഏറ്റവും, ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്, ഏറ്റവും നല്ല മുഖ്യമന്ത്രിമാരായിരുന്ന കെ കരുണാകരനും ഇ കെ നായനാരും. ഇ കെ നായനാർ സ്കൂളിൽ മഴയത്ത് കയറി നിന്നിട്ടേ ഉള്ളൂ എന്നാണ് അദ്ദേഹം തന്നെ അവകാശപ്പെട്ടത്. പിന്നെ ഞാൻ പത്രപ്രവർത്തകനൊക്കെ ആയി എന്നൊക്കെ പുള്ളി തന്നെ അവകാശപ്പെട്ടിരുന്നു. കരുണാകരൻ 8ാം ക്ലാസ്സും ചിത്രകല ഡിപ്ലോമയായിരുന്നു. ഇപ്പൊ വിദ്യാഭ്യാസമല്ല ഇതിന്റെ മാനദണ്ഡം. ഇപ്പൊ ഈ പത്മശ്രീ കിട്ടിയ ആൾക്കാരെ ഇപ്പൊ നോക്കിയാൽ നമുക്കറിയാം. സ്കൂളിൽ പോയിട്ടില്ലാത്ത ലക്ഷ്മി അമ്മാൾ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ
അവിടുത്തെ മധുരയിലെ ഈ കരിങ്കൽ കാറുകളിൽ അവിടുത്തെ ബോണ്ടഡ് ലേബർ അടിമപ്പണിയിൽ നിന്നും മോചിപ്പിച്ച അവരെയാണ് ഫസ്റ്റ് ഝാൻസി റാണി പുരസ്കാരം കൊടുത്തിട്ട് വാജ്പേയി ഇത് അനുമോദിച്ചത്. അടുത്തിടയ്ക്ക് പത്മശ്രീ കിട്ടിയ ഒരാൾ മംഗലാപുരത്ത് അടുത്ത് കുന്താപുരയിലെ ബസ് സ്റ്റാൻഡിൽ ഓറഞ്ച് വിൽക്കുന്ന ആളാണ്, മുസ്ലിം. അദ്ദേഹത്തിന്റെ ഓറഞ്ച് വിൽക്കുന്ന കാശ് കൊണ്ട് 1500 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂൾ സ്വന്തമായിട്ടുണ്ടാക്കി, സ്വന്തം ഗ്രാമത്തിൽ. പിന്നെ ആലടഹള്ളി തിക്കമ്മ, സ്കൂളിൽ പോയിട്ടില്ലാത്ത അമ്മ, അവർക്ക് മക്കളില്ലായിരുന്നു. 12000 അരയാൽ വൃക്ഷങ്ങൾ അവർ നട്ടുപിടിപ്പിച്ചു. അപ്പൊ ഇതൊക്കെ നമുക്ക് കഴിയും. അപ്പൊ ഇത് വിദ്യാഭ്യാസം ഇതിനകത്തൊരിക്കലും ഈ തരത്തിലുള്ള പരിവർത്തനങ്ങളിൽ ഇത് പ്രശ്നമേ അല്ല. അപ്പോ ഭാരതത്തിന്റെ ഈ തത്വശാസ്ത്രം അലക്സാണ്ടർ ചക്രവർത്തിയെ പോലും നമ്മൾ പഠിപ്പിച്ചതാണ്. അരിസ്റ്റോട്ടിലാണ് 16 വർഷം അലക്സാണ്ടറെ തത്വശാസ്ത്രം പഠിപ്പിച്ചത്. അപ്പോൾ ഭാരതത്തെ കീഴടക്കാൻ പോവുകയാണെന്ന് അലക്സാണ്ടർ പറയുമ്പോൾ അരിസ്റ്റോട്ടലിനോട് ചോദിച്ച് ഞാൻ എന്താ കൊണ്ടുവരേണ്ടത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ഭാരതം അറിവിന്റെ നാടാണ്, അവിടെ ഈ ഇപ്പോഴും തപസ് ചെയ്യുന്ന മഹർഷിമാരുണ്ടാവും, ആ ടൈപ്പ് 1-2 എണ്ണത്തിനെ കൊണ്ടുവന്നാൽ നമ്മൾ രക്ഷപ്പെടും, നല്ലതാണെന്ന് പറഞ്ഞു. എന്നിട്ടാണ് അലക്സാണ്ടർ ഈ ഭാരതത്തിൽ വന്നു. പതിവ് പോലെ അവിടെ കീഴടങ്ങിയ രാജാവിനോട് ചോദിച്ചപ്പോൾ അവിടെ അടുത്ത കാട്ടിലൊരു മഹർഷി ഉണ്ട് എന്ന് പറഞ്ഞു. ഈ മഹർഷിയെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഇവിടെ തൻ്റെ സൈന്യനെ വിളിച്ചു. ആ സൈനിക തലവൻ പോയിട്ട് ദണ്ഡി എന്ന് പറയുന്ന മഹർഷിയോട് പറഞ്ഞു, നീ അലക്സാണ്ടർ ചക്രവർത്തിയെ കാണാൻ അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം അദ്ദേഹം പറഞ്ഞു, നീ എനിക്ക് വെയിൽ കൊള്ളണം, അതും മറയാതെ അങ്ങോട്ട് മാറി നിൽക്കും. അപ്പോൾ വീണ്ടും ഇവൻ പറഞ്ഞു, ഈ ചക്രവർത്തിയാണ് വിളിച്ചിരിക്കുന്നത്, ചെന്നില്ലെങ്കിൽ കൊല്ലും. അപ്പോൾ ഇദ്ദേഹം പൊട്ടിച്ചിരിച്ചു. നിനക്ക് എൻ്റെ ശരീരത്തിനല്ല കൊല്ലാൻ പറ്റുള്ളൂ, എന്നെ കൊല്ലാൻ പറ്റില്ല, എൻ്റെ ആത്മാവ് അനശ്വരമാണ്. എന്നിട്ട് പറഞ്ഞു, നിന്റെ ചക്രവർത്തിക്ക് കാണണമെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അദ്ദേഹം വന്നപ്പോ അദ്ദേഹം 2 ചോദ്യമാണ് ചോദിച്ചത്. ഒന്ന്, ലോകത്തെ കീഴടക്കാൻ പറ്റുമോ? ലോകത്തെ കീഴടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പം ചുരുട്ടി വെച്ച ഒരു മാൻതോൽ എടുത്തു കൊടുത്തു. അത് നിവർത്തി ഇരുന്നോളാൻ പറഞ്ഞു. അപ്പോൾ ആ നിവർത്തി ഇരിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു വശം നിവർത്തുമ്പോൾ മറ്റേ വശം ചുരുളും. അപ്പൊ ഇതാണ് നിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അലക്സാണ്ടർക്ക് കാര്യം മനസ്സിലായി. അദ്ദേഹത്തിന്റെ സൈന്യത്തിൽ തന്നെ അന്ന് പ്രശ്നങ്ങൾ ആരംഭിച്ചിരുന്നു. ഇവിടെ പറഞ്ഞു, ഭാരതത്തെ കീഴടക്കാൻ അലക്സാണ്ടർ ചക്രവർത്തിക്ക് കഴിഞ്ഞില്ല. പുരുഷോത്തമൻ എന്ന് പറയുന്ന രാജാവ് അദ്ദേഹത്തെ ആ അന്നത്തെ കാര്യങ്ങൾ അത് അവർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ അലക്സാണ്ടർ ചക്രവർത്തിയെ നമ്മൾ മരണഭീഷണിക്ക് പോലും നമ്മുടെ മഹർഷിമാരെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല. അപ്പൊ നമ്മുടെ ഭാരതത്തിന്റെ പാരമ്പര്യം അതാണ്, നമ്മുടെ സംസ്കാരം അതാണ്. നമ്മൾ വിജ്ഞാനം കൊണ്ട് മാത്രമാണ് ലോകം കീഴടക്കിയത്. അപ്പോ ഈ ഇറാനില് വ്യാസമഹർഷി വന്നതിനെ കുറിച്ച് അവിടുത്തെ ജെറുസ്തനീസ് എന്ന് പറയുന്ന രാജാവ് സ്വീകരിച്ചതിനെ കുറിച്ച് പ്രാചീരം എന്ന് പറയുന്ന അറബ് പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള ശ്ലോകം അടുത്തിടയ്ക്ക് പുറത്തു വന്നിട്ടുണ്ട്. നമ്മുടെ പാരമ്പര്യവും സംസ്കാരവും ഒക്കെ അറിയുന്നതിൽ നമുക്ക് പരാജയപ്പെട്ടു. നമ്മൾ പരാജയപ്പെട്ടതിന് അതുകൊണ്ടാണ് അതിന്റെ കാരണം ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങിയ ഒരു പുസ്തകം വില്യം ഡാംബെയറിന്റെ ഏൻഷ്യന്റ് റോഡ്സ് എന്ന് പറയുന്ന ഒരു പുതിയ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അശോക ചക്രവർത്തി ബുദ്ധമതം സ്വീകരിച്ചതോടെയാണ് നമ്മുടെ പോരാട്ട വീര്യം തകർന്നു. നമ്മൾ അക്രമം അല്ലെങ്കിൽ എതിരാളികളെ നേരിടുന്നത് പൂർണ്ണമായിട്ടും നിർത്തി. അത് കാരണമാണ് നളന്ദ സർവകലാശാല ആക്രമിക്കുമ്പോൾ 10,000 വിദ്യാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്നിട്ട് പോലും 300 പേരുമായിട്ട് വന്ന ഖിൽജിക്ക് അത് കീഴടക്കാൻ കഴിഞ്ഞു. ആ കീഴടക്കിയപ്പോൾ ഉണ്ടായ നഷ്ടം എന്താണ്? 6 മാസമാണ് വെയിലും മഴയും മഞ്ഞുമേറ്റ് അവിടുത്തെ ഗ്രന്ഥാലയം കത്തി നശിച്ചു. ആ ഗ്രന്ഥാലയത്തിലാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ വിജ്ഞാനത്തിന്റെ പ്രഭാപ്രസരം ഉണ്ടായിരുന്നത്. ബാക്കി ഇന്ത്യയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയി റോയൽ ബ്രിട്ടീഷ് ആർക്കൈവ്സിലുള്ള ഗ്രന്ഥങ്ങളിലും. ഭൂഗുരുത്വാകർഷണമായാലും ഓരോരോ കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ചു. ഇൻസ്ട്രുമെന്റേഷൻ ടെക്നോളജി, ശസ്ത്രക്രിയ, ഹൃദയത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് വിവരിക്കുന്ന ചരക സംഹിത ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ശ്രീചിത്ര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായിരുന്ന ഡോക്ടർ MS വല്യത്താൻ പറഞ്ഞു, ഞാൻ ചരക സംഹിത ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ലോകത്തിലെ എല്ലാ ഈ വൈദ്യശാസ്ത്ര കോളേജുകളിലും ഞാൻ പോയി പഠിച്ചത് മുഴുവൻ ഈ ചരക സംഹിതയിൽ പറഞ്ഞിട്ടുണ്ട്. ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഹൃദയത്തിന് 4 അറകളാണുള്ളതെന്നും
അത് ഒരു കട്ടൻ പോലെയാണ് ഇതിന്റെ പ്രവർത്തനമെന്നും ചരക സമിതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഭരദ്വാജന്റെ വ്യോമയാന ശാസ്ത്രം കിട്ടിയത് വാരണസിക്കടുത്ത് അയോധ്യയിലെ പോലെ ഒരു ക്ഷേത്രം പൊളിച്ച് പള്ളിയാക്കി അത് കെട്ടിയടച്ച ജനാലയിൽ നിന്നാണ് പ്രാകൃത ഭാഷയിലുള്ള ഭരദ്വാജന്റെ വ്യോമയാന ശാസ്ത്രം ഇപ്പോൾ കിട്ടിയത്. അത് ബറോഡയിലെ റോയൽ ലൈബ്രറിയിൽ ഇന്നതുണ്ട്. ഇന്നത് ആധുനിക ശാസ്ത്രത്തിന്റെ ആൾക്കാർ ഖരഗ്പൂർ IIT ഇന്ന് അതിനെ ബേസ് ചെയ്ത് ഗവേഷണം നടത്തുകയാണ്. അതില് 12 തരം വിമാനങ്ങളെ കുറിച്ച് പറയുന്നു. ഖനിജ ഇന്ധനങ്ങൾ, ഖനിയിൽ നിന്ന് എടുക്കുന്ന പെട്രോളിയം ഇന്ധനങ്ങൾ, സസ്യ എണ്ണകൾ ഉപയോഗിച്ചിട്ടുള്ള ഇന്ധനം, ഏറ്റവും അവസാനം മനസ്സുകൊണ്ട് നിയന്ത്രിച്ചാൽ അത് പറക്കുന്ന ആ വിമാനത്തിന് ചക്രമുണ്ടാക്കിയത് ഒരു സ്ത്രീയാണ്. അവരുടെ പേര് ചക്രായണി എന്നാണ്. അപ്പോൾ ഈ തരത്തില് ഏറ്റവും ഉജ്ജ്വലമായ ശാസ്ത്ര പാരമ്പര്യം ഉണ്ടായിരുന്ന ആ പാരമ്പര്യത്തിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ തകർച്ചയിൽ നിൽക്കുന്നത്. ഇന്ന് ലോകം മുഴുവൻ നമ്മളെ നോക്കുകയാണ്. ഞാൻ ഒരു വാക്കോടുകൂടി അവസാനിപ്പിക്കാം. 1984 ഇറങ്ങിയ ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ ഡോക്ടർ ജോൺ നാപ്പിന്റെ ദ ട്രഷർ ഓഫ് വേദാസ് എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, ആധുനിക ശാസ്ത്രം ഭാരതീയ ഋഷീശ്വരന്മാർ പോയതിന്റെ 7 അയലത്ത് പോലും ഇന്നും എത്തിയിട്ടില്ല. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഗവേഷണം നടക്കുന്ന ക്വാണ്ടം തിയറിയിലെ സഗുണവും നിർഗുണവുമായ ചൈതന്യത്തെക്കുറിച്ച് പോലും ദേവി ഭാഗവതവും ഭാരതീയ ധർമ്മശാസ്ത്രങ്ങളുമാണ് പറഞ്ഞതെന്ന് ജോൺ നാപ്പ് പറയുന്നു. നമ്മുടെ പാരമ്പര്യത്തിലേക്ക് മടങ്ങിപ്പോവുക, നമ്മുടെ പാരമ്പര്യത്തെ അറിയുക. വീടുകളിൽ വിളക്ക് വെക്കാനും രാമനാമം ജപിക്കാനും നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ മതത്തിൽ ഒന്നുമില്ല. ഞാൻ വൈക്കത്തെ അഖില ഹാദിയായപ്പോൾ അവളുടെ അച്ഛനെ ജനം ടിവിക്ക് വേണ്ടി ഇന്റർവ്യൂ ചെയ്തിരുന്നു. അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത്, ചാനലിൽ യൂട്യൂബിൽ നോക്കിയാൽ ഇപ്പോഴും കാണാം, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് എൻ്റെ മകളെ ഞാൻ ഹിന്ദു ധർമ്മശാസ്ത്രങ്ങൾ പഠിപ്പിച്ചില്ല സാർ, അതാണ് എനിക്ക് ഏറ്റവും പറ്റിയ തെറ്റ്. അതുകൊണ്ടാണ് മുസ്ലിം കുട്ടികളുടെ കൂടെ പോയി അവൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ ദൈവം പാമ്പും കുരങ്ങനുമാണ് നിങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. സർവചരാചരങ്ങളിലും ഈശ്വരാംശത്തെ ദർശിക്കുന്ന, ഇന്ന് ലോകം മുഴുവൻ കാണുന്ന പ്രജ്ഞാനം ബ്രഹ്മം എന്ന് പറയുന്ന ആ സങ്കല്പത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്ന് അശോകൻ പറഞ്ഞു. നമ്മുടെ പാരമ്പര്യം അതാണ്. രാത്രിയിൽ പടിയടയ്ക്കുന്നതിന് മുമ്പ് അത്താഴപ്പട്ടിണിക്കാറുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുന്ന പാരമ്പര്യം, തണ്ണീർ പന്തലുകൾ ഒരുക്കുന്ന പാരമ്പര്യം, ആൾക്കാർക്ക് കിടക്കാൻ വേണ്ടി ഓരോ ക്ഷേത്രങ്ങളോടൊപ്പം അന്നദാന മണ്ഡപവും സത്രങ്ങളും ഒരുക്കിയ പാരമ്പര്യം. ആ പാരമ്പര്യത്തിൽ നിന്ന് പിന്നാക്കം പോയതാണ് നമ്മുടെ പ്രശ്നം. ആ പാരമ്പര്യത്തിന്റെ വേരുകൾ അറിയണം. അതിൻ്റെ ഏറ്റവും അടിസ്ഥാന ശില അമ്മമാരാണ്. സ്വന്തം മക്കളെ നമ്മുടെ സംസ്കാരവും പാരമ്പര്യവും പഠിപ്പിക്കാനും, ജാതിയില്ലാത്ത ഹിന്ദുത്വം, ബ്രിട്ടീഷുകാർ വരുന്നത് വരെ ഇന്നത്തെ രീതിയിലുള്ള ജാതി ഉണ്ടായിരുന്നില്ല എന്ന് മരിയാവർത്ത് എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരി എഴുതിയ താങ്ക് യു ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ അക്കമിട്ട് പറയുന്നു. എങ്ങനെയാണ് ഭാരതത്തിൽ ജാതിബോധം സൃഷ്ടിച്ച ഹിന്ദു സമൂഹത്തെ ബ്രിട്ടീഷുകാർ തകർത്തെറിയുന്നതെന്ന് പറയുന്നുണ്ട്. ജാതിയില്ലാത്ത ഹിന്ദുത്വത്തിലേക്ക് പോകണം. സർവചരാചരങ്ങളിലും സ്ഫുരിക്കുന്ന ഈശ്വരാംശം ഒന്നാണെങ്കിൽ നമ്പൂരി മുതൽ നായാടി വരെയുള്ള എല്ലാ സമുദായങ്ങളിലും ഉള്ളത് ഒരേ പരബ്രഹ്മമാണ്. ആ ബ്രഹ്മസാക്ഷാത്കാരത്തിന് വേണ്ടി പ്രവർത്തിക്കണം. അതാണ് ആധുനിക മാനേജ്മെന്റ് ഇന്ന് സ്വീകരിച്ചിട്ടുള്ള ആ സാങ്കേതിക വിദ്യ ഭാരതത്തിൽ നിന്നാണ്. ഇന്ന് ലോകം മുഴുവൻ ഇതിലേക്ക് പോകുമ്പോൾ നമ്മളെവിടെ? ഇവിടെ എത്ര സ്ഥലത്ത് ഭഗവത്ഗീത പഠിപ്പിക്കുന്നുണ്ട്, മഹാഭാരതം പഠിപ്പിക്കുന്നുണ്ട്, ധർമ്മകഥകൾ പഠിപ്പിക്കുന്നുണ്ട്. ആലോചിച്ചു നോക്കണം. ഒറ്റ കാര്യം കൂടി മാത്രം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ലോകത്ത് അമേരിക്കയിലെ ജനങ്ങളിലെ 40% പേർക്ക് സ്ലീപ്പ് ഡിസോർഡേഴ്സ്, ഉറക്കമില്ല. സ്റ്റാൻഫോർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ ഏറ്റവും കൂടുതൽ ഗവേഷണം നടക്കുന്ന ഒരു വിഷയമാണ്. നമ്മളൊരു സാധാരണ ആരോഗ്യമുള്ള മനുഷ്യൻ ഉറങ്ങാൻ കിടന്നാൽ 13 മിനിറ്റ് കൊണ്ട് ഉറങ്ങണം. 13 മിനിറ്റാണ്. 13 മിനിറ്റിനുള്ളിൽ ഉറങ്ങണം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുഞ്ഞുങ്ങളെ, രാത്രി ഉറങ്ങാൻ കിടക്കുന്ന കുഞ്ഞുങ്ങൾ പല്ല് കടിക്കുക, ഞെട്ടി ഉണരുക, അർദ്ധരാത്രിയിൽ ഉണർന്നതിന് ശേഷം വീണ്ടും ഉറങ്ങാതിരിക്കുക.
ഇതൊക്കെ സ്ലീപ്പ് ഡിസോർഡേഴ്സാണ്. ഈ സ്ലീപ്പ് ഡിസോർഡേഴ്സ് ഉണ്ടാകാനുള്ള കാരണം മാനസിക സംഘർഷമാണ്. ആ സംഘർഷം ഇന്ന് അമേരിക്കയിലെ ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് മരണഭയത്തിലൂടെയാണ്. ഭാരതത്തിലോ നമുക്ക് മരണഭയമില്ല. ജീർണവസ്ത്രങ്ങൾ നീക്കുന്നത് പോലെ നമ്മുടെ ശരീരം ദുർബലമാകുമ്പോൾ ഈ വസ്ത്രം നമ്മൾ ഉപേക്ഷിക്കുന്നത് പോലെ ഈ ശരീരം ഉപേക്ഷിച്ച് അടുത്ത മറ്റൊരു ശരീരത്തിലേക്ക് നമ്മൾ പോകുന്നു എന്ന ഭഗവത്ഗീതയുടെയും ഭാരതീയ ദർശനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഇന്ന് ലോകം മുഴുവൻ ഹിന്ദുത്വത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ അറിയണം, യൂറോപ്പിലെ ഏറ്റവും കൂടുതൽ പള്ളികൾ, ക്രിസ്ത്യൻ പള്ളികൾ ഇന്ന് രണ്ട് കാര്യത്തിനാണ് ഉപയോഗിക്കുന്നത്. ഒന്ന്, ഇസ്കോൺ അടക്കമുള്ള സ്ഥാപനങ്ങൾ അത് വാങ്ങി ഹിന്ദു ക്ഷേത്രങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. മറ്റൊന്ന് ബാറുകളാക്കാണ്. ഇതാണ് ഇന്ന് ലോകത്ത് നടക്കുന്ന പരിവർത്തനം. അത് തിരിച്ചറിയണം. സനാതന ധർമ്മത്തിന്റെ മൂല്യമറിഞ്ഞ് അതിൻ്റെ അടിത്തറയിലേക്ക് നമ്മൾ ഓരോരുത്തരും നമ്മൾ പഠിക്കാനും ഇതിനകത്തെ നമ്മുടെ സ്വകർമാനുഷ്ഠാനത്തിനു വേണ്ടിയും തയ്യാറാകണം എന്ന അപേക്ഷയോടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.